നമസ്തേ എല്ലാവർക്കും യതീഷയുടെ ഒരു സൺഡേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ഒത്തിരി പേര് ആ, ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. എപ്പോഴും ഗുരുജിക്ക് വരുന്ന ചോദ്യമാണ്, എന്താണ് കുംഭമേള, എങ്ങനെ പോകണം, പോകുന്ന ആൾക്കാരെ കുറേ കൺസേൺസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് ഒരു കാലഘട്ടത്തിനും കൂടി ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇത്രയും വലിയൊരു ഒരു മഹാകുംഭമേള നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഒത്തിരി പേര് പോകുന്നു, ഭയങ്കരമായിട്ട് ഇതൊരു വൈറലായി മാറുന്നു. ആഹ് ഇതിന് എന്താ പറഞ്ഞ ഗുരുജിയും ഞങ്ങളും പോകുന്നുണ്ട്. പക്ഷേ ഇത് പോകുന്നേക്കാളും മുന്നേ ഇത്ര വലിയൊരു സംഭവമാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ ആൾക്കാർ അനുഭവം പറഞ്ഞു കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നിങ്ങളെപ്പോലെ എനിക്കും. അപ്പം അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം നവരാത്രി കുറച്ചും കൂടിയും എന്താ പറയുക, വ്യത്യസ്തമായ ഒരു നവരാത്രി എന്ന് ഗുരുജി പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസ് സംസാരിക്കാം എന്ന് കരുതിയിട്ടുള്ളൊരു വളരെ എന്താ പറയുക, അൺഒഫീഷ്യൽ ആയിട്ടുള്ള സെഷനാണ്. എല്ലാവർക്കും അതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഗുരുജിക്ക് നൽകുന്നു. ഗുരുജി നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ ഞായറാഴ്ചത്തെ ഒരു സത്സംഗമാണ്. പ്രേംജി പറഞ്ഞതുപോലെ തന്നെ കാലഘട്ടത്തിന്റെ ആവശ്യമാണല്ലോ കുംഭമേള. ലോകം മുഴുവനും ശ്രദ്ധ ആകർഷിച്ച് നിൽക്കുന്ന സമയം. കുംഭമേള മാത്രമല്ല, ഇന്നലെ നമ്മൾ കണ്ടു, ജനുവരി 25 ഇന്നലത്തെ ദിവസം പ്ലാനറ്ററി അലൈൻമെന്റ് നടന്ന ഒരു ദിവസമാണ്. വിശിഷ്യ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അല്ലെ, ഇന്നലെ ഒരുപാട് ആളുകൾ രാത്രി ആകാശത്ത് ഈ ഒരു മഹാത്ഭുതം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പ്രപഞ്ചം മുഴുവനും ഒരു വലിയൊരു മാറ്റത്തിന് നാന്ദ്യം കുറിക്കുന്ന സമയത്താണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പരിമിതമായ അറിവില് എന്തൊക്കെയാണ് ഇതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഞായറാഴ്ച കുറച്ച് സമയം നമുക്ക് ആ ഒരു അറിവിന്റെ കൂടെ ഇരിക്കാം. അങ്ങനെ കരുതിയിട്ടാണ് കുംഭമേളയെ പറ്റിയും വിശിഷ്യ ഈ കുംഭമേളയുടെ കൂടെ തന്നെ നടക്കുന്ന, അല്ലെങ്കിൽ ആ ടൈം പീരീഡിൽ തന്നെ നടക്കുന്ന നവരാത്രിക്ക് അതിവിശിഷ്ടമായ സ്ഥാനമുണ്ട്. ഇപ്പൊ ദേവി ഉപാസകരായ നമ്മൾക്ക് ഏറ്റവും അധികം ഗുണം ലഭിക്കുവാൻ പോകുന്ന ഒരു സമയം കൂടെയാണ് ഈ മാഘമാസത്തിൽ വരുന്ന നവരാത്രി. അപ്പൊ അതിന്റെ പ്രാധാന്യം കൂടെ നമ്മൾ എല്ലാവരിലും ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു സത്സംഗം പ്രേംജി സംഘടിപ്പിച്ചത്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമഃ. അപ്പോ ഹിന്ദു ദർശനങ്ങളില്, അല്ലെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാര് ലോകത്തിന് തന്ന ആ അറിവില് പ്രത്യേക സ്ഥാനം വഹിക്കുന്നതാണ് ഋഷി ദുർവാസാവ്. അത്രയ്ക്കും അനസൂയ ദമ്പതികൾക്ക് ജനിച്ച ശിവന്റെ തന്നെ അവതാരമായി കരുതുന്ന ഋഷി ദുർവാസാവിന് യഥാർത്ഥത്തില് നമ്മുടെ ചരിത്രത്തില് അല്ലെങ്കിൽ ദാർശനിക സമുച്ചയങ്ങളില് വലിയ സ്ഥാനമുണ്ട്. അദ്ദേഹത്തിന്റെ കോപം കാരണം ശരിക്കും അദ്ദേഹത്തെ എല്ലാവരും വളരെ ഭയപ്പെട്ടിരുന്നു. നമ്മളെല്ലാം പുരാണ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് മഹർഷി ദുർവാസാവ് എന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യത്തിന്റെ ഒരു പര്യായ പദമായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമ്മളൊക്കെ പുരാണ കഥകളിൽ വായിച്ചിട്ടുള്ളത് എന്താണ്? രണ്ടാമതൊന്നും ആലോചിക്കാതെ, അതായത് തന്നെ പ്രീതിപ്പെടുത്താത്ത എല്ലാവരെയും രണ്ടാമതൊന്നും ആലോചിക്കാതെ അദ്ദേഹം ശപിക്കും എന്നുള്ളതാണ്. ആ ശാപത്തിന് ഇരയായവരില് അംബരീഷൻ മുതല് ശകുന്തള, ലക്ഷ്മണൻ എന്നിവരൊക്കെ അദ്ദേഹത്തിന്റെ ശാപം മൂലം കഷ്ടപ്പെട്ടത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആദ്യകാലം ഈ പറയുന്ന ശാപം അദ്ദേഹത്തിന്റെ ഒരു ഗുണം എന്ന് നമ്മൾ പറഞ്ഞുകൂടാ, പ്രകൃതമാണ്. ആ പ്രകൃതത്തിന് ഇരയായ ഒരാളും അതിൽ തന്നെ അദ്ദേഹം ആ ഒരു ശാപത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട്, നഷ്ടപ്രതാപം തിരികെ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും നിരവധി സംഭവങ്ങൾക്ക് പിന്നീട് തുടക്കം കുറിച്ചു. അങ്ങനെ ഈ കോടിക്കണക്കിന് അനുയായികള് 12 വർഷത്തിൽ ഒരിക്കല്
അവരുടെ എല്ലാ പാപങ്ങളും കഴുകി കളയാൻ വേണ്ടി ഒത്തുചേരുന്ന നമ്മൾ ഇന്ന് ഇപ്പൊ കുറച്ച് നേരത്തെ പ്രേംജി പറഞ്ഞ ആ ഒരു വൈറലായ സംഭവത്തിന്റെ അടിസ്ഥാന കാരകത്വം ശരിക്കും മഹർഷി ദുർവാസാവിലാണ് ശരിക്കും. ഞാനീ പറയുന്നത് ഈ ദുർവാസാവിന്റെ ശാപത്തിന് ഇരയായ ആളാരാണെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഇന്ദ്രൻ. അപ്പൊ ദുർവാസാവ് ഇന്ദ്രന് നൽകിയ ശാപഫലത്തെ തുടർന്നാണ് ശരിക്കും കുംഭമേള ഉണ്ടായത് തന്നെ. അപ്പൊ കുംഭമേള ശരിക്കും ഇന്ന് നമുക്കറിയാം ലോകത്തിന് ഒരു അത്ഭുതം തന്നെയാണ്. പ്രത്യേകിച്ച് ഭാരതത്തിലെ എന്താ പറയാ നമ്മള് നമ്മുടെ ഋഷീശ്വര പരമ്പരയില് നമ്മൾക്ക് ലോകത്തോട് വിളിച്ചു പറയാനുള്ള സനാതന ധർമ്മം അല്ലെങ്കിൽ ഭാരതീയ ധർമ്മ സംഹിതകളൊക്കെ ഇന്നും ലോകത്തിന് അത്ഭുതം തന്നെയാണ്. അപ്പൊ ഇത്രയും മനുഷ്യർ ഒത്തൊരുമിക്കുന്ന അത്യത്ഭുതമായ ഉത്സവം 45 കോടി ആളുകള് വെറും 45 ദിവസം കൊണ്ട് വന്നു ചേരും എന്ന് അനുമാനിക്കുന്ന ഒരു ഉത്സവം, മഹത്തായ ശ്രേഷ്ഠമായ, അല്ലെ? അപ്പൊ ഈ കുംഭമേള ശരിക്കും എന്നാണ് ആരംഭിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിറകില് എന്ന് ചോദിച്ച സത്യം ആർക്കും അറിയില്ല. കാരണം എപ്പോഴും അത് അങ്ങനെയാണ്, അല്ലെ? നമ്മളൊരു വനത്തിലൂടെ ഒരു ഒറ്റയടി പാത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ചിലത് അങ്ങനെയാണ്, ആദ്യം ആര് തുടക്കം ഇട്ടു എന്ന് ചോദിച്ചാൽ ചിലതിന് ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് കുംഭമേളയും നമ്മൾ ചരിത്രപരമായി ഒക്കെ നോക്കിയാൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ ലോകത്തെ ഏറ്റവും ആളുകളെ ആകർഷിക്കുന്ന ഒളിമ്പിക്സ്, അതുപോലെ ഫുട്ബോൾ മാമാങ്കം പോലെ നേരിട്ട് പങ്കെടുക്കാൻ അങ്ങനെയുള്ള ഉത്സവങ്ങളിലൊക്കെ നേരിട്ട് പങ്കെടുക്കുന്നത് ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 കോടി ജനങ്ങളൊക്കെ മാത്രമാണ്. ബാക്കി എല്ലാവരും ഈ പറയുന്ന TV-യിൽ ഒക്കെയാണ് ഇതിനെ എന്താ പറയാ ഇതിൽ പങ്കാളികളാകുന്നത്. അതിന്റെ 15 ഇരട്ടി ആളുകൾ പങ്കെടുക്കുന്നു ഈ കുംഭമേളയിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ആധുനികമായി ഈ 21-ാം നൂറ്റാണ്ടില് ഏറ്റവും വലിയ മാമാങ്കമായിട്ട് നമ്മൾ കാണുന്നത് ഈ പറയുന്ന കായിക വിനോദങ്ങളാണ്. ഈ കായിക വിനോദങ്ങളിൽ തന്നെ പരമാവധി നേരിട്ട് പങ്കെടുക്കുന്ന, ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്ന ആളുകൾ വെറും 3 കോടി ആൾക്കാരൊക്കെ ഉള്ളൂ. അതിന്റെ 15 ഇരട്ടി ആളുകൾ ഈ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായി തന്നെ ഒരുപാട് റെക്കോർഡുകളൊക്കെ ഇങ്ങനെ പങ്കെടുക്കുന്നത് കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. ശരിയാണ്. കാരണം അതിൽ പ്രധാനപ്പെട്ട റെക്കോർഡാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ യുനെസ്കോയുടെ ആ ഒരു പട്ടികയിൽ, പ്രതിനിധി പട്ടികയിൽ, അതായത് പൈതൃക മാനവികതയുടെ പ്രതിനിധി പട്ടികയിൽ കുംഭമേള സ്ഥാനം നേടുന്നു. മഹാകുംഭം അഥവാ കുംഭമേള കാലാതീതമായ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന ഈ ഒരു ചടങ്ങ്, ഒരു മതപരമായ ചടങ്ങ് അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായ ഈ ഒരു ചടങ്ങിന് ആഗോളതലത്തില് ശ്രദ്ധേയമായ അംഗീകാരം യുനെസ്കോ നൽകുന്നു. അതെന്താണ്? അദൃശ്യമായ അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃകം, മാനവികതയുടെ പ്രതിനിധാനമായി കരുതപ്പെടുന്ന ലോകത്തിലെ അപൂർവം കൂടിച്ചേരലുകളിൽ ഒന്നായിട്ട് യുനെസ്കോ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ അതുകൂടാതെയും ഒരുപാട് റെക്കോർഡുകളെ പറ്റി പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. എന്നാലും അതിൽ പേരെടുത്ത് പറയാനുള്ളതാണ് 2019 പ്രയാഗ്രാജിലെ കുംഭമേള. അതില് ശരിക്കും 3 ഗിന്നസ് റെക്കോർഡുകൾ അത് സ്വന്തമാക്കിയിട്ടുണ്ട്. 2019 ഫെബ്രുവരി 28-ന് ഏകദേശം ഈ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബസ്സുകൾ, ജനങ്ങളെ അവിടെ എത്തിക്കുന്ന ബസ്സുകൾ ഒരുമിച്ചൊരു മാല പോലെ കോർത്തിണക്കിയ സമയത്ത് അത് 3.2 കിലോമീറ്റേഴ്സ്, 3 കിലോമീറ്ററും 200 മീറ്ററോളം നീളം ഉണ്ടായിരുന്നു ആ ഒരു മാലയ്ക്ക്. അത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു മാലയാണ്. ബസ്സുകളുടെ ഒരു ദൈർഘ്യമേറിയ മാലയുടെ റെക്കോർഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത്രയും ബസ്സുകൾ ഉപയോഗിച്ചു എന്നാണ് അതിന്റെ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അതാണ്. അതേപോലെ തന്നെ 2019 മാർച്ച് 1-ന് ഏകദേശം 8 മണിക്കൂറിനുള്ളിൽ ഏകദേശം 8,000-ഓളം 7,600-ഓളം വ്യക്തികള് കൈമുദ്ര പെയിന്റിങ്ങിന് സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു ഈ കുംഭമേളയോട് അനുബന്ധിച്ചിട്ട്. അതുപോലെ മൂന്നാമതൊരു റെക്കോർഡാണ് മാർച്ച് 2-ാം തീയതി ഒരേ സമയം ഏകദേശം 10,000-ത്തിലധികം ശുചീകരണ തൊഴിലാളികൾ ഒരു സ്ഥലം വൃത്തിയാക്കിയത്. ഇതൊക്കെ ലോകത്തിന് അത്ഭുതമാണ്. കാരണം ഇത്രയും ആളുകൾ വന്നു ചേരുമ്പോൾ അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒരു പ്രശ്നം തന്നെയാണ്. അതൊക്കെ ലോകത്തിന് അത്ഭുതമായിരിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ഭാരതത്തിന്റെ പൈതൃകവും ഭാരതത്തിന്റെ ക്രിയാശേഷിയൊക്കെ ഇന്ന് ലോകം അംഗീകരിക്കുന്നു. അപ്പൊ ഈ കുംഭമേളയുടെ ആരംഭം ശരിക്കും ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പല ഈവൻ UP ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ നൽകുന്ന ഇൻഫർമേഷൻസ് പ്രകാരം എന്തായിരിക്കും ശരിക്കും ഏകദേശം ഒരു 8-ാം നൂറ്റാണ്ടില്
ജീവിച്ചിരുന്നെന്ന് കരുതുന്ന ആദി ശങ്കരാചാര്യരെ ആണ് അവിടെ കുംഭമേളയുടെ എന്താ പറയാ ഒരു സ്ഥാപകത്വം അല്ല, അത് ഇത്രയും ഫെമിലിയറൈസ് ചെയ്ത ആ ഒരു ഉത്ഭവ ഇതിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മേളയുടെ കൃത്യമായ ഉത്ഭവം വ്യക്തം അല്ല ശരിക്കും. ഇതിഹാസത്തിലൂടെ നോക്കുക, ചരിത്രപരമായി നോക്കിയാൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷെ ഇതിഹാസ പുരാണങ്ങളിൽ നോക്കിയാൽ നമുക്ക് പുരാതന ഗ്രന്ഥങ്ങളായ പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശം കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ അവിടെ പുരാണ വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും. വിഷ്ണു മോഹിനി രൂപമായി വേഷം മാറി കുംഭം അസുരന്മാരിൽ നിന്ന് അസുരന്മാര് സ്വന്തമാക്കുന്ന സമയത്ത് അവരെ അകറ്റി, മോഹിനി വേഷം ധരിച്ച് അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് അകറ്റി കുംഭം സ്വന്തമാക്കുന്നതാണ്. അത് സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഭൂമിയിലെ 4 നഗരങ്ങളിൽ അവ പതിക്കുകയും അതാണ് ആ 4 സ്ഥലങ്ങളിൽ ഹരിദ്വാർ, ഉജ്ജയിന്, നാസിക്, പ്രയാഗ്രാജ് എന്നീ സ്ഥലങ്ങളിലാണ് അത് പതിച്ചതെന്നും അതേ തുടർന്നാണ് ഈ കുംഭമേള ഉണ്ടായതെന്നൊക്കെയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു ചരിത്രപരമായി നോക്കുമ്പോഴും ഇനി പുരാണത്തില് ഈ ഒരു കഥയാണ് അതിന്റെ അടിസ്ഥാനം പറയുന്നത്. ഋഗ്വേദത്തിന്റെ പരിശിഷ്ട ഭാഗം എന്ന് പറയുന്ന ആ ഭാഗം, അതായത് അനുബന്ധം. ഋഗ്വേദത്തിന്റെ കാലഗണനയിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാനവികതയുടെ ഏറ്റവും പുരാതനമായ കാലത്ത് രചിച്ചപ്പെട്ട കൃതി അല്ലെങ്കിൽ സാഹിത്യം. അതിൽ ശരിക്കും പ്രയാഗിനെ കുറിച്ചിട്ടൊക്കെ അതിന്റെ തീർത്ഥാടന രീതികളെ കുറിച്ചിട്ടൊക്കെ ചില പരാമർശങ്ങൾ ഋഗ്വേദത്തിൽ കാണുന്നുണ്ട്. അപ്പം ഋഗ്വേദത്തിൽ പ്രയാഗ എന്ന വ്യക്തമായ പേര് നൽകുന്നില്ലെങ്കിലും ഈ സൂചനകൾ അവിടെയുണ്ട്. പക്ഷെ പുരാണങ്ങളിലും മഹാഭാരതം പോലുള്ള പിൽക്കാല ഗ്രന്ഥങ്ങളിൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായ വിവരണങ്ങളൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ശരിക്കും കുംഭമേള ഹരിദ്വാറിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നാരദീയ പുരാണം, അതുപോലെ തന്നെ ശിവപുരാണം, ബ്രഹ്മപുരാണം, ഇവയിലൊക്കെ നമുക്ക് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ കാണുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ ചരിത്രപരമായ ഉൾക്കാഴ്ചകൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ചരിത്രത്തിന്റെ കണ്ണടയിലൂടെ നമ്മൾ ഇതിനെ നോക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ലഭ്യമാകുന്നത് ഹർഷവർദ്ധന രാജാവിന്റെ ഭരണകാലത്ത് ഏകദേശം AD 590 മുതൽ ഒരു 647 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. അപ്പൊ ആ കാലഘട്ടം ആണ് കുംഭമേളയ്ക്ക് ലോകമെമ്പാടുമുള്ള ഒരു അംഗീകാരം ലഭിച്ചത് എന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ 17ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഏകദേശം 12 ലക്ഷത്തോളം സന്യാസിമാരും 8 ലക്ഷത്തോളം നാഗസന്യാസിമാരും ഉണ്ടായിരുന്നു എന്ന് ഫ്രഞ്ച് സഞ്ചാരിയായ ടാവർനിയർ അദ്ദേഹത്തിന്റെ രേഖകളിൽ വിശദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1764 ഇതൊക്കെ പരാമർശങ്ങളാണ്, നമ്മൾക്ക് ഈ കുംഭമേളയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന പരാമർശങ്ങളാണ്. നവാബ് വസീറിനെതിരെ ബ്രിട്ടീഷുകാർ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തുനിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയത് ഈ പറയുന്ന സന്യാസി സമൂഹമായിരുന്നു. അതുപോലെ തന്നെ അക്ബറിന്റെ ഭരണകാലത്തൊക്കെ കുംഭമേളയെ പറ്റിയിട്ടുള്ള ലിഖിതങ്ങൾ സ്തൂപങ്ങളിലൊക്കെ, അശോകന്റെ സ്തൂപങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ സമ്പന്നമായ ചരിത്രമുള്ള പ്രയാഗ് ശരിക്കും BC ക്രിസ്തുവിന് ജനനത്തിന് മുൻപേ ഏകദേശം BC 600 മുതലൊക്കെ വത്സ സാമ്രാജ്യം അഭിവൃദ്ധി പ്രാപിച്ച കാലത്ത് ആണ് ശരിക്കും പ്രയാഗ്രാജ് ഒരു സിറ്റി ആയിട്ട് ശരിക്കും ചരിത്രങ്ങളിൽ സ്ഥാനം നേടുന്നത്. അതുപോലെ തന്നെ കൗശംബി അതിന്റെ തലസ്ഥാന നഗരിയായിരുന്നു. ഗൗതമ ബുദ്ധന്റെ ഇതൊക്കെ പരാമർശങ്ങളിൽ അദ്ദേഹം കൗശംബി സന്ദർശിച്ചത് പരാമർശിക്കുന്നുണ്ട്. പിന്നീട് മൗര്യ സാമ്രാജ്യ കാലഘട്ടമായപ്പോഴേക്കും അശോക ചക്രവർത്തി ഇതിനെ അദ്ദേഹത്തിന്റെ ഒരു പ്രവിശ്യ കേന്ദ്രമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ ചില ഏകശില സ്തംഭങ്ങളിലൊക്കെ ഇതിനെ അടയാളപ്പെടുത്തി. അതുപോലെ കുശാനന്മാര്, ഗുപ്തന്മാര് തുടങ്ങിയ ഭരണാധികാരികളൊക്കെ ഈ പ്രദേശത്ത് പുരാവസ്തുക്കളും അവരുടേതായ ലിഖിതങ്ങളൊക്കെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പ്രയാഗ്രാജിന് വലിയൊരു ചരിത്രം പറയുവാൻ വേണ്ടി സാധിക്കും. 7ാം നൂറ്റാണ്ടില് ചൈനീസ് സഞ്ചാരിയായ ഹുവാൻ സാങ് പ്രയാഗ്രാജിനെ കുറിച്ചിട്ട് വളരെ വിശദമായി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ വിഗ്രഹ ആരാധകരുടെ മഹത്തായ നഗരം എന്നാണ് പ്രയാഗ്രാജ്. അപ്പോ ഇതിന്റെ അതെങ്ങനെ ആ ഒരു പദത്തിൽ നിന്ന് തന്നെ അല്ലെ ആ ഒരു വിശേഷണത്തിൽ നിന്ന് തന്നെ ഈ ഒരു പ്രയാഗരാജിന്റെ ശക്തമായ ബ്രാഹ്മണ പാരമ്പര്യങ്ങളെ, ബ്രാഹ്മണൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈശ്വരീയമായ പാരമ്പര്യമാണ്, പ്രത്യേക ഒരു ജാതീയതയല്ല. അപ്പൊ പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഈ പ്രദേശത്തിലൂടെ തന്നെയാണ് ഷേർഷായുടെ ഭരണകാലത്ത്
ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതും അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജിന്റെ പ്രാധാന്യം വീണ്ടും വർദ്ധിച്ചു. 16-ാം നൂറ്റാണ്ടില് അക്ബർ ഈ പ്രയാഗിനെ ശരിക്കും ഇലഹബാസ് എന്ന് പുനർനാമകരണം ചെയ്തതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പ്രയാഗ് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറിയത് നമ്മൾക്ക് പുരാണങ്ങളിലും മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തിനാണ് ശരിക്കും ഈ 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാനുള്ള ഒരുപാട് കാര്യം അതിലുണ്ട്. അമൃത കുംഭത്തിൽ ഇപ്പൊ പുരാണപരമായി നോക്കിയാൽ അമൃത കുംഭത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ആ പോരാട്ടം നീണ്ടു നിന്നത് 12 ദേവദിവസങ്ങളിലാണ് എന്നാണ് പറയാം. അപ്പൊ 12 ദേവദിവസങ്ങള് ഭൂമിയിലെ മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവലോകത്ത് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ 12 ദിവസം എന്ന കണക്ക് താഴെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അത് 12 വർഷമാകുന്നു. 12 വർഷം മനുഷ്യവർഷങ്ങൾക്ക് തുല്യം. അതിനാല് ഈ 4 പുണ്യ സ്ഥലങ്ങളിൽ ഓരോന്നും ഈ മഹാകുംഭമേള അല്ലെങ്കിൽ കുംഭമേള 12 വർഷത്തിൽ ആഘോഷിക്കുന്നു. അപ്പം സ്ഥലങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രയാഗ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ. ഇനി പ്രയാഗില് ആ സ്ഥലിയില് ഉള്ളത് ഗംഗ യമുന എന്ന നദീ സംഗമമാണ്. അതില് ഗുപ്തമായി സരസ്വതിയും ചേരുന്നു എന്ന വിശ്വാസം. അപ്പൊ ഇതില് ശരിക്കും ഈ കുംഭമേള സംഭവിക്കുന്നതും ശരിക്കും നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തില് പ്ലാനറ്റ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക രാശിയിൽ എത്തുന്ന സമയത്താണ്. പ്രപഞ്ചത്തിന് ഇതിൽ വലിയൊരു റോളുണ്ട്. നമ്മൾ വെറുതെ ഒരു ഉത്സവം നടത്തുന്നല്ല, വെറുതെ കുറെ ആളുകൾ വന്നിട്ട് നദിയിൽ മുങ്ങിയിട്ട് എണീറ്റ് അവരുടെ പാപം കഴുകി പോകുന്നതല്ല. നമ്മൾ ഇന്നിപ്പോ ഈ പറയുന്ന പോലെ നമ്മൾക്ക് കാണുന്ന സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ നോക്കിയാൽ അവർക്കൊക്കെ ക്യൂരിയോസിറ്റി ഇതിൽ വരുന്ന ആളുകളുടെ വേഷവും നഗ്നതയും ഒക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും ഇതിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുപ്തമായ ശാസ്ത്ര സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതില് ഈ പറയുന്ന പോലെ പ്ലാനറ്ററി പൊസിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴം എന്ന് നമ്മൾ വേദജ്യോതിഷത്തിൽ വിളിക്കുന്ന ഗ്രഹം മേടം അല്ലെങ്കിൽ വൃഷഭ രാശിയിലും സൂര്യനും ചന്ദ്രനും മകരരാശിയിലും പ്രവേശിക്കുന്ന സമയത്താണ് ഈ പറയുന്ന കുംഭമേള ഉണ്ടാവുക. അത് മാഘമാസം ആംഗലേയ കാലണ്ടർ പ്രകാരം, ഗ്രിഗോറിയൻ കാലണ്ടർ പ്രകാരം ജനുവരി ഫെബ്രുവരി മാസം. ഇനി ഹരിദ്വാറില് നടക്കുന്ന കുംഭമേളയില് ഗംഗാ നദിയാണ് അതിന്റെ പ്രോക്സിമിറ്റിയിലുള്ള നദി. അവിടെ ഈ പറയുന്ന ജ്യോതിഷപരമായിട്ട് ബൃഹസ്പതി വ്യാഴം കുംഭരാശിയിലും അല്ലെങ്കിൽ മേടം സൂര്യൻ മേടം അല്ലെങ്കിൽ വൃഷഭരാശിയിൽ ഉണ്ടാവുന്ന സമയം അത് ചൈത്രമാസത്തിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. അതുപോലെ തന്നെ നാസിക്കിൽ നടക്കുന്നത് ഗോദാവരി നദീ തീരത്താണ്. അവിടെ ചിങ്ങരാശിയിൽ വ്യാഴവും സൂര്യനും ചന്ദ്രനും അമാവാസി സംഗമ സമയത്ത് കർക്കിടക രാശിയും വരുന്ന സമയത്താണ്. അപ്പൊ അതില് കർക്കിടക രാശിയിൽ വ്യാഴം സൂര്യൻ ചന്ദ്രൻ ഇവ വരുന്ന സമയം അത് ഭാദ്രപദ മാസത്തിലാണ്. ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇത് വരിക. ഇനി ഉള്ളത് ഉജ്ജയിൻ, ക്ഷിപ്ര നദിയുടെ തീരത്ത് അവിടെ വരുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് ജ്യോതിഷപരമായിട്ട് കാർത്തിക അമാവാസി അന്ന് വ്യാഴം ചിങ്ങത്തിലും സൂര്യൻ മേടരാശിയിലും ഉണ്ടാവും. അല്ലെങ്കിൽ വ്യാഴം സൂര്യൻ ചന്ദ്രൻ തുലാം രാശിയിൽ, അതായത് സൂര്യനും ചന്ദ്രനും തുലാം രാശിയിലും വ്യാഴം സൂര്യൻ ചന്ദ്രൻ തുലാ രാശിയിൽ വരുന്ന ഈ പ്രാപഞ്ചിക പ്ലാനറ്ററി പൊസിഷൻസിലും കുംഭമേള സംഭവിക്കും. അത് വൈശാഖ മാസം, ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ഇങ്ങനെ ശരിക്കും പ്രപഞ്ചവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഉത്സവമാണ് ശരിക്കും കുംഭമേള. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രത്യേക ഈ 144 വർഷം കൂടും വരും എന്ന് പറയുന്നതെങ്കിലും എന്താണ് ഇങ്ങനെ വരും, ഇതിന്റെ അടിസ്ഥാനം 144 എന്നുള്ളതിന്റെ അടിസ്ഥാനം. അതുപോലെ 12 വർഷം മഹാകുംഭമേളയാണ് ഈ 144 എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ 12 വർഷങ്ങളിലും നടക്കുന്ന കുംഭമേളകൾക്കുള്ള അടിസ്ഥാനം ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളാണ്. ഇനി പ്രയാഗ്രാജ് എന്നുള്ള സ്ഥലം ശരിക്കും ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥലിയാണ് അല്ലെ. സകല തീർത്ഥങ്ങളുടെയും രാജസ്ഥാനം എന്ന് പറയുന്ന പ്രയാഗ്രാജ്, അതാണ് പ്രയാഗ്രാജ്. പ്രയാഗ സ്നാനത്തെ പുരാണങ്ങളിൽ പോലും വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. പ്രയാഗ മഹിമ ശരിക്കും വേദപ്രസിദ്ധമാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഋഗ്വേദത്തിൽ പോലും അതിന് പരാമർശമുണ്ട്. കുംഭമേള എന്ന നാമം അവിടെ നേരിട്ട് പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ സ്നാനത്തെ കുറിച്ചിട്ടും അവിടെയുള്ള ഈ തീർത്ഥാടനത്തെ കുറിച്ചിട്ടൊക്കെ പരാമർശമുണ്ട്. ഇപ്പൊ ഭാരതീയരെ സംബന്ധിച്ചിട്ട് ശരിക്കും നദികൾ വെറും വെള്ളം ഒഴുകുന്ന ഒരു പ്രതിഭാസമല്ല. ശരിക്കും അത് പ്രത്യക്ഷ ദേവതാ സ്വരൂപമാണ്. ഭാരതീയർക്ക് വെറുതെ ഒരു വെള്ളത്തിൽ മുങ്ങി എണീക്കുമ്പോൾ പാപം തീരുന്നതല്ല. ശരിക്കും ജലത്തെ നമ്മൾ ദേവതയായി മാനിക്കുന്നു. അതിലുപരിയായി ഈ നദികളൊക്കെ മോക്ഷ നദികളുമായിട്ട് നമ്മൾ മാനിക്കുന്നു. ഇവിടങ്ങളിൽ സ്നാനം ചെയ്യുന്നത് തന്നെ
അനാദികാലം മുതലേ ചെയ്തു പോകുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടങ്ങളില് ഈ നദിയിൽ മുങ്ങുന്നതോടുകൂടി, ഇപ്പൊ നദിയിൽ ശരിക്കും മുങ്ങുന്ന സമയത്ത് എങ്ങനെ ഞാൻ പാപം കഴുകി കളയും എന്നുള്ള മാനസികമായ ഫിലോസഫി എന്താണ്, അല്ലെങ്കിൽ ലോജിക് എന്താണെന്ന് പറഞ്ഞാല്, ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ വസിച്ചിരുന്നത് എവിടെയാണ്? അമ്മയുടെ ഗർഭപാത്രത്തിലാണ്, അത് ജലത്തിലാണ്. ഇവിടെ ശരിക്കും ഞാനൊരു പുതിയ ജന്മം എടുക്കുകയാണ്. അതാണ് ഈ പാപങ്ങൾ കഴുകി കളയാന്ന് പറയുന്നത്. കാരണം ഇതുവരെ എന്റെ മനസ്സിന്റെ അവസ്ഥയിൽ കുടികൊണ്ട തിന്മ നന്മകളൊക്കെ ഞാൻ തിരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ നദിയിൽ മുങ്ങുന്ന സമയത്ത് ഞാൻ യഥാർത്ഥത്തിൽ ഗർഭാവസ്ഥയിലേക്ക് പോവുകയാണ്. പുതിയൊരു ജന്മം. മുങ്ങി ഞാൻ എഴുന്നേൽക്കുന്നത് പുതിയ ജന്മമായിട്ടാണ്. ഇപ്പൊ ജലത്തെ ഞാന് അമ്മയുടെ ഗർഭപാത്രത്തില് ഞാൻ കിടന്നിരുന്ന അതേ ദ്രാവകമായിട്ട് തന്നെയാണ്, അതേ ഔഷധി ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മാത്രമല്ല, ജലത്തിന് ഭാരതത്തില് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഇന്നത്തെ വെബിനാർ നമുക്ക് മതിയാവില്ല. ഈ സമയം എനിക്ക് അനുവദിച്ചു തന്ന സമയം സത്യം പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. അപ്പൊ പറയാനുള്ളത്, ഭാരതീയർക്ക് വെള്ളം വെറും ഒഴുകുന്ന ഒരു നദിയല്ല. ഭാരതത്തിലെ നദികളുടെ പേര് നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, എല്ലാം സ്ത്രീലിംഗത്തിലാണ്. ബ്രഹ്മപുത്ര എന്ന ഒരു നദി ഒഴികെ എല്ലാം സ്ത്രീലിംഗമാണ്. അപ്പം ഇവിടെ വിസ്മരിച്ചു കൊള്ളുവാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് മറക്കാൻ പാടില്ലാത്ത ഒരു കഥാപാത്രമുണ്ട് നമ്മൾക്ക്. ഒരു ചരിത്ര പുരുഷനുണ്ട്. കുംഭമേള എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം ഉണ്ട്. ശരിക്കും ഒരു എന്താ പറയാ, ഞാൻ പറയാ അതൊരു അവതാരം തന്നെയാണെന്നാണ്. എന്താണ്? കാരണം ഇന്ന് നമ്മള് കുംഭമേളയില് പ്രയോഗിക്കുന്ന പദങ്ങൾ അഗാഢ എന്നൊക്കെ നമ്മൾ പറയുന്നു, അല്ലെ? നാഗസന്യാസിമാരെന്നൊക്കെ പറയുന്നു. ഈ പദങ്ങള്, അല്ലെ അഘോരികള്, അതിമാർഗികൾ എന്നൊക്കെ പറയുമ്പോ ഈ ഒരു സിസ്റ്റം ലോകത്തിന് സമ്മാനിച്ച ഒരു മഹത് വ്യക്തിയുണ്ട്, സാക്ഷാൽ ധീരനായ ഭാരതാംബയുടെ പുത്രൻ. കുംഭമേള എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കണം എന്നാണ്. അത് ആരാണ് ശരിക്കും? മധുസൂദന സരസ്വതി. അദ്ദേഹം ചരിത്ര കാലഘട്ടത്തിൽ നടത്തിയ ആ ഇടപെടലാണ് ശരിക്കും കുംഭമേള എന്ന് പറയുന്ന ഈ അതിവിശിഷ്ടമായ ഈ ഒരു മേളനം, ഈ ഒരു ഉത്സവം ഉണ്ടാവാൻ തന്നെ കാരണം. ആദിശങ്കരന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ സിസ്റ്റം ഡിസൈൻ ചെയ്ത് ലോകത്തിന് സമ്മാനിച്ച ആള് സാക്ഷാൽ മധുസൂദന സരസ്വതി ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, സംസ്കൃതത്തിൽ ശരിക്കും ഒരു ശ്ലോകം തന്നെയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സേയിങ് തന്നെയുണ്ട്. എന്താണ്? മധുസൂദന സരസ്വത്യാഹ പാരം വേത്തി സരസ്വതി, പാരം വേത്തി സരസ്വത്യാഹ മധുസൂദന സരസ്വതി. മധുസൂദന സരസ്വതിയുടെ അറിവിന്റെ പരിധി അത് സാക്ഷാൽ സരസ്വതിക്ക് മാത്രമേ അറിയൂ. സരസ്വതി ദേവിയുടെ അറിവിന്റെ പരിധി സാക്ഷാൽ മധുസൂദന സരസ്വതിക്ക് മാത്രമേ അറിയൂ. അത്രയും ദൈവീകമായ ഒരു വ്യക്തിത്വമാണ്. സനാതന ദർശനം, അതിന്റെ സാംസ്കാരികമായ പുനരുജ്ജീവനം ഏറ്റവും പ്രധാനമായിട്ട് ഭാരതത്തില് സനാതനധർമ്മം മുസ്ലിം ആക്രമണങ്ങളുടെ നിരന്തരമായ ക്രൂരതയിൽ വലയുന്ന ഒരു ഭാരതവർഷ സമയത്ത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഭാരതവർഷത്തിൽ ഉടനീളം ഹിന്ദു സമൂഹത്തില് ഒളിഞ്ഞിരുന്ന, അല്ലെങ്കിൽ അതിന്റെ ഹിന്ദു സമൂഹത്തില് എന്താ പറയാ, അന്തർലീനമായ ക്ഷാത്രവീര്യത്തിന്റെ ജ്വലിക്കുന്ന അഗ്നി ജ്വലിപ്പിച്ചതിന്, അല്ലെങ്കിൽ ആ അഗ്നി ജ്വലിപ്പിക്കുന്നതിനുള്ള ലക്ഷ്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ വഴിതെളിക്കുന്ന സേവനത്തിന് അതിശക്തമായ അദ്വൈത ആചാര്യനായ മധുസൂദന സരസ്വതിയുടെ പേര് ശരിക്കും സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടതാണ് ചരിത്രത്തിൽ. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലോ ഹിസ്റ്ററിയിലോ അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാമർശവും നമ്മൾ കാണില്ല. പക്ഷെ ഭാരതം ഇന്ന് ലോകത്തിന് വഴി കാണിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയതയിൽ വഴി കാണിക്കുന്നുണ്ടെങ്കിൽ, ആ തിരി അണയാതെ സൂക്ഷിച്ച ഒരു ധീര പുത്രനാണ് ഭാരതാംബയുടെ, സ്വാമി വിവേകാനന്ദനെ പോലെ. സ്വാമി വിവേകാനന്ദനെക്കാളൊക്കെ മഹത്തരം എന്ന് ഞാൻ വേണേ വിശേഷിപ്പിക്കും. പിന്നീട് അദ്ദേഹം എന്താണ് ചെയ്തത്? ആ സമയത്ത് സാധുക്കളുടെയും സന്യാസിമാരുടെയും ഒരു അഖാഡ സമ്പ്രദായം എന്നറിയപ്പെടുന്നതിന്റെ ഒരു അടിത്തറ, ഇന്ന് നമ്മൾ കാണുന്ന അഖാഡകളുടെ അടിത്തറ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെയും പ്രസംഗത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാഗ്ധോരണിയുടെയും ശക്തി ഇന്നും നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. എത്രയോ കാലം മുമ്പേ അദ്ദേഹം ഇൻവോക്ക് ചെയ്ത ആ ഒരു സിസ്റ്റം ഈ സമ്പ്രദായത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ശരിക്കും മുസ്ലിം ഭരണത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ മറ്റൊരു ഇരുണ്ട അധ്യായം കൂടെയാണ്. ഇതൊന്നും നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മിഡീവൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തില് ഇന്ത്യയിലെ മുഗൾ ഭരണം നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചത് വളരെ സമാധാനപരമായ കാലഘട്ടം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൽ പോലും
സാധുക്കള് അല്ലെങ്കിൽ സന്യാസികള്, സന്യാസിമാർ, ഋഷീശ്വരന്മാരൊക്കെ പ്രകോപനമില്ലാതെ അവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുക, ക്രമരഹിതമായ മുസ്ലിം സംഘങ്ങളുടെ ഒരു ശീലം തന്നെ അന്നത്തെ കാലത്ത് ഈ രാജാക്കന്മാര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധുക്കളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്തുകൊണ്ട് വലിയൊരു സനാതന സമൂഹത്തെ ക്രമേണ ദുർബലപ്പെടുത്തി നിരാശപ്പെടുത്തി ചെയ്യുക എന്നതും ഈ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നതുമായിരുന്നു ഇതിന്റെ അടിസ്ഥാന മനഃശാസ്ത്രം. അത് വളരെ വ്യക്തമാണ്. നമ്മൾക്ക് നളന്ദ തക്ഷശിലയിലെ ഗ്രന്ഥശേഖരം കത്തിച്ച കിൽജിയുടെ കാര്യം അല്ലെ. കിൽജി എന്താണ് ചെയ്തത്? ഗ്രന്ഥശേഖരം കത്തിച്ചാല് ഇത് നശിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പിന്നീട് അത് മനസ്സിലാക്കി. എന്താണ്? വേദങ്ങള് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് ശ്രവണശക്തിയിലാണ്, ടെക്സ്റ്റഡ് അല്ല, ഡോക്യുമെന്റഡ് അല്ല വേദം. അങ്ങനെയാണെങ്കിൽ ഇത് ശ്രവണത്തില്, ഇത് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആളുകളെയാണ് ആദ്യം നശിപ്പിക്കേണ്ടത്. അങ്ങനെ ആ ഒരു മൊഡാലിറ്റിയാണ് ആ കാലഘട്ടത്തിൽ പ്രയോഗിച്ചത്. എന്താണ്? ഇതിന്റെ ഈ ഒരു വീര്യം, ഈ ഒരു ശ്രുതിയുടെ ആ ഒരു സത്യം പേറുന്ന ഋഷീശ്വരന്മാരെയും സന്യാസി സാധു സമൂഹങ്ങളെയും പിടിച്ചു കൊണ്ടുപോയി ഉപദ്രവിച്ച് കൊല്ലുക, അവരിലുള്ള ആത്മവിശ്വാസത്തെ തകർക്കുക. ക്രമേണ ഈ ഒരു സംസ്കാരം ദുർബലപ്പെടും എന്ന് വിചാരിച്ചു. ഇതില് മധുസൂദന സരസ്വതി മനസ്സ് മടുത്തു. എങ്കിലും അദ്ദേഹം ഭയപ്പെടാതെ എന്തു ചെയ്തു? ഇടപെട്ട് ഈ കൂട്ട മതഭ്രാന്തിന്റെ, ഈ ഭ്രാന്തൻ കാളയായ ഈ മുഗൾ ഭരണത്തോട് കൊമ്പ് കോർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം നേരിട്ട് അന്നത്തെ ചക്രവർത്തിയായ, നമ്മൾ ടെക്സ്റ്റിലൊക്കെ പഠിച്ച മഹാനായ അക്ബറിനെ സന്നിധിയിൽ പോയിട്ട് അദ്ദേഹം സന്ധിച്ചു, അല്ലെങ്കിൽ സംസാരിച്ചു. അദ്ദേഹത്തോട് ധീരമായി കുറെ ആശയങ്ങൾ കൈമാറി. നമ്മുടെ സന്യാസികള് മ്ലേച്ഛ ഭരണത്തിന്റെയും മുസ്ലിം ഫക്കീർമാരുടെയും അസഹിഷ്ണുതയുടെയും ഇരട്ട പ്രഹരങ്ങള് ആവർത്തിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അഭയം എന്ന മനോഹരമായ അക്ബർ എന്ന ആ പേരിന്റെ അർത്ഥം നിലനിർത്തണമെങ്കിൽ, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, അക്ബറിന്റെ മുഖത്ത് നോക്കിയിട്ട്. അക്ബർ എന്ന് പറഞ്ഞാല് ലോകത്തിന്റെ അഭയം എന്നാണ് അർത്ഥം. ആ നിങ്ങളുടെ മനോഹരമായ പേര് നിലനിർത്തണമെങ്കിൽ നമ്മുടെ സന്യാസികളെ ഈ കൂട്ടങ്ങളിൽ നിന്ന്, അതായത് ഈ മതവെറി പിടിച്ച മുസ്ലിം സംഘങ്ങളുടെ കയ്യിൽ നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ, ക്രമീകരണങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് അവരുടെ സംരക്ഷണത്തിനായി ഈ ക്രമീകരണങ്ങൾ ചെയ്യാൻ ഞാനും എൻ്റെ ആളുകളും നിർബന്ധിതരാവും. അതിന് ഞങ്ങളെ അനുവദിക്കുക. അക്ബർ അതിന് സമ്മതം കൊടുക്കുകയാണ് ചെയ്തത്. കാരണം മധുസൂദന സരസ്വതി ഉടൻ തന്നെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങുകയും അമാനുഷികമെന്ന് മാത്രം വിളിക്കാവുന്ന ഒരു നേട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? സനാതന സമൂഹത്തിന് തന്നെ ഒരു കാഹളം മുഴക്കി. സനാതന ധർമ്മം സംരക്ഷിക്കുന്നതിന് അദ്ദേഹം പുതിയ സംരംഭങ്ങളിൽ ചേരുവാന് ഏത് വർണ്ണത്തിലുള്ള, ഏത് ജാതിയിലുമുള്ള ആളുകൾക്ക് ഉള്ള സ്വാതന്ത്ര്യം അയാൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അയാൾ പറയാനേ പാടില്ല, അദ്ദേഹം പ്രഖ്യാപിച്ചു. എല്ലാ വർണ്ണങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് യോദ്ധാക്കളായ ഹിന്ദുക്കൾ, എല്ലാ ജാതിയിൽ, എല്ലാ വർണ്ണ വ്യവസ്ഥയിലും അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ആ ജാതീയതയിൽ നിന്നൊക്കെ ഹിന്ദുക്കളെ സന്യാസത്തിലേക്ക് ദീക്ഷ നൽകി സ്വീകരിച്ചു. ഈ ദേശത്തിന്റെ പുരാതനവും കാലാതീതവുമായ യാഥാർത്ഥ്യവുമായ ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ ഒരു പുതിയ സംവിധാനം അങ്ങനെ പിറവിയെടുത്തു. മധുസൂദന സരസ്വതി അക്ബറിനെ കണ്ടുമുട്ടിയ ശേഷം ആഗ്രയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നാഗസന്യാസിമാര് അദ്ദേഹത്തിന് ശബ്ദമുയർത്തുന്നതും നിരുപാധികമായ പിന്തുണ വാഗ്ദാനം ചെയ്ത് വാരാണസിയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു. നാഗസാധുക്കളുടെ ചരിത്രത്തില് ശ്രദ്ധാപൂർവം കുഴിച്ചിട്ട ഒരു വസ്തുതയാണ് ഇത്. ശരിക്കും നാഗസന്യാസികൾക്ക് എന്തിനാണ് കുംഭമേളയിൽ ഇത്രയും പ്രാധാന്യം എന്ന് പറഞ്ഞാല്, അന്നത്തെ കാലത്ത് ഇത്രയും ആക്രമണം നേരിടുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിലെ ദർശനങ്ങളെ പിടിച്ച് ഒരു പരിധി വരെയെങ്കിലും തടുത്തു നിർത്തിയ സന്യാസിമാരായിരുന്നു നാഗസന്യാസിമാർ. ഈ സന്യാസിമാർക്ക് വേണ്ടിയിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഹത്തെ പോലെ അന്ന് അക്ബറിന്റെ കൊട്ടാരത്തിൽ പോയി, അല്ലെങ്കിൽ അക്ബറിന്റെ മുൻപിൽ പോയി സധൈര്യം സംസാരിച്ച് അക്ബറിന്റെ സമ്മതവും വാങ്ങി ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കാനുള്ള ധൈര്യം കാണിച്ചതിന് നാഗസന്യാസിമാര് മധുസൂദന സരസ്വതിയുടെ കൂടെ ചേരുകയാണ് ഉണ്ടായത്. ആക്രമണകാരികളായ ഈ ബാർബേറിയന്മാർക്ക് എതിരെ ശരിക്കും വാരാണസിയിലേക്ക് ഉള്ള, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാല് പ്രയാഗ് മുതലായ ഈ കുംഭമേള സ്ഥലങ്ങളില് ഹിന്ദു തീർത്ഥാടകരുടെ ആദ്യത്തെ സായുധരായ സംരക്ഷകരായിരുന്നു ശരിക്കും ഈ നാഗസന്യാസിമാർ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിശയം ഉണ്ടാവും ശരിക്കും. അത് നമ്മൾ ചരിത്രം പഠിച്ചു നോക്കിയാൽ തന്നെ അറിയാം, ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം നാഗസന്യാസിമാരുടെ ധീരത. അവര്
ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന, റീലിൽ കാണുന്ന ആ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സന്യാസി സമൂഹമെല്ലാം അവര് ഈ നമ്മുടെ സനാതന സംസ്കാരത്തിന് തന്ന സംഭാവന, ഞാൻ പറയും ശരിക്കും ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പോലും നൽകിയതിനേക്കാൾ മഹത്തരമാണെന്ന് പറയും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ദർശനമാണ് ഭാരതത്തിന്റെ അടിത്തറ. ഭാരതം ഇന്ന് ലോകത്ത് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെതാണ്. ആ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ബോർഡറിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതേ സൈനികരെ പോലെ തന്നെ ധർമ്മ സൈനികരായി വർത്തിച്ചവരാണ് ഇവർ. അപ്പോൾ കുംഭമേള എന്ന് പറയുമ്പോൾ ഇന്നത്തെ സമൂഹം ചിരിച്ചു തള്ളുന്ന ആ ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ മറന്നുപോയ മധുസൂദന സരസ്വതി എന്ന ആ ഒരു വലിയ മനുഷ്യനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ സനാതന സംസ്കാരത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ സനാതന സമൂഹത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതിരോധത്തില് അവര് മുൻനിര യോദ്ധാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് കുംഭമേളയില് ഇത്തരം സന്യാസിമാർക്കുള്ള പ്രാമുഖ്യം. അതിന് വേണ്ടിയിട്ട് ധാരാളം സന്യാസിമാര് മരണം വരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. കാലക്രമേണ മധുസൂദന സരസ്വതി നട്ടുപിടിപ്പിച്ച ഈ വിത്തുകൾ ഫലം കായ്ക്കാൻ തുടങ്ങി. നാഗവിഭാഗത്തിന് പുറമെ ഗോസായി വിഭാഗം, അതുപോലെ മറ്റ് സന്യാസി സമൂഹങ്ങളും ഉയർന്നു വരാനും വളരുവാനും തുടങ്ങി. അതൊരു സെക്റ്റായിട്ട്, ഒരു കൾട്ടായിട്ട് പിന്നീട് അത് മാറുകയാണ് ചെയ്തത്. രാമാനന്ദ, വല്ലഭാചാര്യ, നിംഭരക വിഭാഗങ്ങള് അവരുടെയൊക്കെ ഈ ഒരു ഉത്ഭവത്തിന് ഈ കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു. ഇതിന്റെ വിത്ത് പാകിയത് ശ്രീ മധുസൂദന സരസ്വതിയായിരുന്നു. അപ്പൊ ഇവയിലെല്ലാം ശരിക്കും യോദ്ധാക്കളുടെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾ ക്രൂരമായ സാഹചര്യങ്ങളിലാണ് സാമാന്യ ഹിന്ദു ജീവിക്കുന്നതെന്നും ക്ഷാത്രം അഥവാ യോദ്ധാവിന്റെ മനോഭാവമാണ് കാലഘട്ടത്തിന്റെ അടിയന്തരവും അനിവാര്യവുമായ ആവശ്യമെന്നും അവര് സൂക്ഷ്മമായി മനസ്സിലാക്കി 16-ാം നൂറ്റാണ്ടിന് മുമ്പേ തങ്ങളുടെ വിദ്യാലയത്തിന്റെ ദാർശനിക അല്ലെങ്കിൽ ആത്മീയ വശത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. ഇങ്ങനെയാണ് സിഖ് വിഭാഗവും കൂടെ അതിന്റെ ധീരമായ വശത്തിന് ഊന്നൽ നൽകുവാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് അഖാഡ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ജനിക്കുന്നത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഫിറ്റ്നസിന്റെ ഒക്കെ എക്സ്ട്രീം അൾട്ടിമേറ്റ് കാണണമെങ്കിൽ നമ്മൾ ഈ സന്യാസി സമൂഹത്തിന് അഖാഡകൾ സന്ദർശിച്ചാൽ മതി. കുംഭമേളയിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും അവരുടെയൊക്കെ ഫിറ്റ്നസ് ലെവൽ എന്താണ്. അപ്പൊ ഇത് ശരിക്കും എന്തിനാണ് മധുസൂദന സരസ്വതി ചെയ്തത്? നമ്മുടെ സ്വരാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്തരേന്ത്യയില് സന്യാസിമാരുടെ നിരവധി ഗ്രൂപ്പുകള് അവരെന്ത് ചെയ്യും, ശരിക്കും പ്രൈവറ്റ് ടാക്സ് വരെ അവര് ലെവി ചെയ്തിട്ടുണ്ടായിരുന്നു ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അതുപോലെ സമൂഹത്തിന് ദ്രോഹം ചെയ്ത ആളുകളെ ഈവൻ കൊള്ളയടിച്ചിട്ട് പോലും അവര് ധർമ്മത്തെ, ഇങ്ങനെയുള്ള ചടങ്ങുകൾ ധർമ്മത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പതിവ്, അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും. അപ്പൊ കുംഭമേള പോലുള്ള വിശാല സ്വഭാവമുള്ള ആത്മീയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും അധർമ്മികളെ ഇല്ലാതാക്കി അവര് സമ്പാദിച്ച സമൂഹത്തിൽ നിന്ന് കൊള്ളയടിച്ച മുതൽ തിരിച്ച് കൊള്ളയടിച്ച് സമൂഹത്തിന് നൽകുന്ന സിസ്റ്റം വരെ, വളരെ മിലിറ്ററി സിസ്റ്റം പോലും നടപ്പിലാക്കിയ സന്യാസിമാരാണ് ഇവരൊക്കെ. അപ്പോ അന്ന് സന്യാസിമാരുടെ കൈകളിലായ അത്തരം ആത്മീയ മേളകള് സങ്കടകരമായിട്ട് ഇപ്പോ അത് രാഷ്ട്രീയക്കാരുടെ കൈകളിലാണ്. ഇത് ചരിത്രത്തിന്റെ ഒരു നിരാശാജനകമായ വേറൊരു വശമാണ്. ഈ ചരിത്രത്തിന്റെ എല്ലാം സാരാംശം ഇതാണ്. ശരിക്കും എന്താണ്, 1770 തുടങ്ങിയതും നിരവധി പതിറ്റാണ്ടുകൾ തുടർച്ചയായും തുടരുകയും ചെയ്ത ഈ സന്യാസി പ്രസ്ഥാനം ശരിക്കും യാദർശികമായി തുടങ്ങിയതല്ല, അല്ലെങ്കിൽ 16-17 നൂറ്റാണ്ടുകളിൽ തുടങ്ങിയ അത് ശരിക്കും ഒരു സ്വരച്ചേർച്ചയുള്ളതാണ്. നമ്മുടെ പാരമ്പര്യത്തിന്റെ തുടർച്ച ലക്ഷ്യമാക്കിയിട്ടുള്ളത് മാത്രമായിരുന്നു മധുസൂദന സരസ്വതിയുടെ ഈ ഒരു ഇടപെടൽ. അഖാഡകൾ ശരിക്കും ആയുധവിദ്യയുടെയും ആയോധന കലകളുടെയും ഒക്കെ പരിശീലന കേന്ദ്രങ്ങളാണ്. അതെല്ലാം ശരിക്കും ആരാണ് കൺട്രോൾ ചെയ്തത്? വിജ്ഞാനികളായ മഹാപുരുഷന്മാർ. അവിടെയാണ് വ്യത്യാസം. സാധാരണ ഒരു ജിമ്മ് നടത്തുന്ന പോലെ കേവലം ഒരു വിദ്യാഭ്യാസം നേടിയ ആൾക്കാരല്ല, മഹാവിജ്ഞാനികളാണ് ഈ പറയുന്ന ഫിറ്റ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തുന്നത്. എന്തിനാണ്? വിത്ത് പ്രോപ്പർ പ്ലാൻ, ഈ ഒരു ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. വിജ്ഞാനികൾ അല്ലാത്തവരുടെ കീഴിലാണ് ഈ അഖാഡകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഈ പറയുന്ന പോലെ അത് സെക്ടേറിയൻ ഗ്രൂപ്പായി മാറുമായിരുന്നു. ലോകത്തിന് തന്നെ ചിലപ്പോൾ ഉപദ്രവമായ കാരണമായി തീരും. അപ്പൊ അങ്ങനെ ഓരോ അഖാഡയും ശരിക്കും മഹാമണ്ഡലേശ്വരന്മാരുടെ കീഴിലാണ് നിലനിന്ന് വന്നിരുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത ക്രമങ്ങളിൽപ്പെട്ട ഗുഹാന്തർ ഭാഗത്തും വനാന്തർ ഭാഗത്തും സന്യാസ ആശ്രമങ്ങളിലും കഴിയുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന മഹാപുരുഷന്മാര് ഒത്തുചേരുന്ന സമ്മേളനങ്ങളാണ് ഈ കുംഭമേളകൾ. അപ്പം സന്യാസ ആശ്രയമാത്രേണ നരോ നാരായണോ ഭവേത്. ശരിക്കും
ഇത്തരം സന്യാസി ശ്രേഷ്ഠ വ്യക്തിത്വങ്ങള് ഒത്തുചേരുന്നത് ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യാനും ഈ സമയത്ത് ഈ ഒരു മേള നടക്കുന്ന സമയത്ത് ഈ ഗൃഹസ്ഥാശ്രമികൾ സാധാരണ വ്യക്തിത്വങ്ങളായ നമ്മൾ ഇപ്പോഴും എന്തിനാണ് അവിടെ ചെല്ലുന്നത് എന്ന് ചോദിച്ചാല് അവര് ഈ സത്സംഗങ്ങളില് ആത്മീയമായ ലാഭം നേടാനും അങ്ങനെ കേവലം ഒരു സന്യാസി സമൂഹത്തിൻ്റെത് മാത്രമല്ല എല്ലാ മാനവരാശിയുടെയും സംഗമ സ്ഥാനമായി കുംഭമേളകൾ പിന്നീട് മാറുകയാണ് ചെയ്തത്. അപ്പൊ കുംഭമേളകളുടെ സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പൗരാണികമായ ഒരു സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ പൗരാണികമായ സങ്കല്പം എന്താണ്? പാലാഴി മദനത്തെ തുടർന്ന് ഉയർന്നു വന്നിട്ടുള്ള ആ ദേവന്മാര് അസുരന്മാര് തമ്മില് പാലാഴിയെ കടഞ്ഞ സമയത്ത് അമൃതകുംഭ ഉയർന്നു വന്നും ആ അമൃതകുംഭത്തിന് വേണ്ടിയിട്ടുള്ള ആ യുദ്ധത്തിനിടയിൽ ആ അമൃത് നിപതിച്ച സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യചന്ദ്രാദി ബൃഹസ്പതി ഗ്രഹങ്ങളുടെ രാശി അവര് ഒരു പ്രത്യേക രാശിയിൽ പ്രവേശിക്കുന്ന സമയത്താണ് കുംഭമേള പരിഗണിക്കുന്നത്. അപ്പൊ മഹാകുംഭം തീർത്ഥരാജായ പ്രയാഗിലാണ് എപ്പോഴും പരിഗണിക്കപ്പെടുന്നത് അല്ലെ? കാരണം അവിടെ ഗംഗാ യമുന സരസ്വതി ത്രിവേണി സംഗമം സങ്കല്പത്തിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം എന്താണ്, ഭാരതീയരെ സംബന്ധിച്ചിട്ട് ജലം അത് വെറും ഒരു ദ്രാവകം മാത്രമല്ല, ഒഴുകുന്ന ഒരു ജലം മാത്രമല്ല. കാരണം എന്താണ്, ഞാൻ എന്ന സൃഷ്ടി കിടന്നത് തന്നെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തില് ആ ജലാശയത്തിലാണ് അല്ലെ? ആ ഗർഭാശയത്തില് ജലരൂപി ആയിരിക്കുന്ന ആ പവിത്രമായ ദ്രാവകത്തിലാണ് എൻ്റെ അസ്തിത്വമുള്ളത്. അതുകൂടാതെ ഇന്ന് എൻ്റെ ബോഡി ഇരിക്കുന്നതും 72% ഈ പറയുന്ന ദ്രാവക രൂപത്തിലാണ്. എൻ്റെ അസ്തിത്വവും ശരിക്കും ജലമാണ്. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ജലം നിറച്ച കുപ്പിയായി സങ്കല്പിക്കുക, ഒരു വാട്ടർ ബോട്ടിലായിട്ട് സങ്കല്പിക്കുക. അപ്പോ ആ പാത്രത്തിലെ വെള്ളത്തെ സുഖകരമാക്കാൻ കഴിയുമെങ്കിൽ അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള ആ വെള്ളത്തെ സുഖകരമാക്കാൻ നമ്മൾക്കും സാധിക്കും. അതായത് ബാഹ്യ പ്രപഞ്ചത്തില് ഈ പറയുന്ന ഇത്രയും മഹാപുരുഷന്മാരായ യോഗികള് വന്ന് ആ ജലത്തില് മുങ്ങുന്ന സമയത്ത് അവരുടെ സാധനാബലം ആ ജലത്തെ പുണ്യമാക്കുമെങ്കിൽ എൻ്റെ ശരീരത്തിലെ ഈ ജലാംശം എനിക്കും സുഖകരമാക്കുവാൻ വേണ്ടി സാധിക്കും. ഇതാണ് ശരിക്കും യോഗയുടെ ശാസ്ത്രം. ഭൂതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മൂലകങ്ങളാണ്, എലമെന്റ്സ് അല്ലെ? അപ്പൊ അങ്ങനെ ഈ 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ ശുദ്ധിയാണ് ശരിക്കും യോഗ ദർശനം നമ്മളോട് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ യോഗയുടെ വീക്ഷണം തന്നെ അതില് ജലത്തിന്റെ തത്വം വളരെ ആഴത്തില് നമ്മളില് ഹിന്ദു പുരാണങ്ങൾ ആയാലും ഈ പറയുന്ന പോലെ നമ്മുടെ ജീവിത സംസ്കാരങ്ങൾ നോക്കിയാലും അത് വെറും ഭൗതികമായ ഒരു അസ്തിത്വമല്ല, വിശുദ്ധിയുടെയും പുനരുജ്ജീവനത്തിന്റെയും ഈശ്വരീകതയുടെയും ഒക്കെ പ്രതീകമാണ്. ഗംഗ, യമുന, സരസ്വതി തുടങ്ങിയ പുണ്യ നദികളെയൊക്കെ ദേവതകളായി ബഹുമാനിക്കുന്നു നമ്മൾ. കാരണം നമുക്കറിയാം എന്താണ്, മനുഷ്യന് അന്നം ഉണ്ടാവുന്നത് പോലും എന്തിൽ നിന്നാണ്? ഫെർട്ടിലിറ്റിയിൽ നിന്നാണ്. മണ്ണിന് ഫെർട്ടിലിറ്റി ഉണ്ടാവുമ്പോഴാണ്. ആ ഫെർട്ടിലിറ്റി കൊടുക്കുന്നതാണ് ആരാണ്? മണ്ണിന്, നദികളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്കാരം നദീ തട സംസ്കാരമാണ് എന്ന് ലോകം കണ്ടെത്തിയത്. അപ്പം ഇനിയും ജലത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ആഴത്തിൽ നമ്മുടെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതൊക്കെ നമുക്ക് പറഞ്ഞാല് ഈ പറയുന്ന പോലെ 3-4 ദിവസങ്ങളിൽ തന്നെ നമ്മൾക്ക് കുംഭമേളയെ പറ്റി ഇനിയും നമ്മൾ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. അപ്പൊ ഈ 2025 അല്ലെങ്കിൽ അതിനു മുമ്പേ ജലത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ജലത്തിന്റെ അഗാധമായ സ്വാധീനം ഈ പറയുന്ന നമ്മുടെ സംസ്കാരം, സിന്ധു നദീതടം, അവിടെ നദി അല്ലെ, ജലവും അതുപോലെ ആത്മീയമായ നമ്മുടെ വിശ്വാസങ്ങള്, പരിസ്ഥിതി, ധാർമ്മികത, അതുപോലെ പുണ്യനദികളുടെ കഥകളും ആചാരങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നതൊക്കെ ജലം വെറും ഭൗതികമായ ഒരു അസ്തിത്വമല്ല അല്ലെങ്കിൽ വിഭവമല്ല, മറിച്ച് ആത്മീയമായ പോഷണത്തിന്റെ ഒരു ഉറവിടമാണെന്നാണ്. മനുഷ്യരാശിയെ ദൈവീകതയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ജലതത്വം. പാരമ്പര്യത്തിന്റെയും അതുപോലെ തന്നെ സമകാലീനമായ അവബോധത്തിന്റെയും ഒക്കെ ഈ ചലനാത്മകതയെ അല്ലെ, ഈ ചലനാത്മകതയില് ഒരു പുണ്യപ്രവാഹം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ ഹിന്ദു പുരാണങ്ങളിലെ അല്ലെങ്കിൽ ഹിന്ദു ദർശനത്തിന്റെ കാലാതീതമായ ജ്ഞാനവും അതോടൊപ്പം അത് വഹിക്കുന്നു അല്ലെ. കാരണം സനാതനമാണ്, കാലങ്ങളിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സംസ്കാരം. ഒഴുക്ക്, നദി. ഇനി ഞാൻ ഉണ്ടായ അമ്മയില് ഒരു സ്ത്രീ അമ്മയാണെങ്കിൽ അവൾക്ക് ഉണ്ടാവേണ്ടതും എന്താണ്? ഒഴുക്ക്. അത് ഏത് ഒഴുക്ക? മാസത്തില് ചന്ദ്രന്റെ അയനം ശരീരത്തിൽ പൂർത്തിയാവുന്ന സമയത്ത് ആ അമ്മയിലും ഒരു ഒഴുക്കുണ്ട്. അതിനെയാണ് നമ്മൾ ആർത്തവം എന്ന് വിളിക്കുന്നത്. ആർത്തവം ഉള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഗർഭധാരണം നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ ഉത്സവങ്ങളൊക്കെ കണ്ടിരുന്നത് നമ്മുടെ മനുഷ്യൻ എന്ന അസ്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കേവലം ഒരു ആചാരമല്ല കുംഭമേള.
ഇപ്പൊ ഈ 2025 ഇപ്പൊ നടക്കുന്ന മഹാകുംഭത്തില് ശരിക്കും 4 പുണ്യ ദിവസങ്ങളാണ് ഈ പുണ്യസ്നാനം നടത്തുവാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതൊന്ന് കഴിഞ്ഞതാണ് മകരസംക്രമ ദിവസം ജനുവരി 14, പിന്നെ ഇനി വരുന്ന മൗനി അമാവാസ്യ ദിവസം ജനുവരി 29 കറുത്ത വാവിന്റെ അന്ന്, പിന്നെ ഒന്ന് ഫെബ്രുവരി 3 അത് ബസന്ത പഞ്ചമി അല്ലെങ്കിൽ വസന്ത പഞ്ചമി മലയാളീകരിച്ച് പറയുന്നുണ്ടെങ്കിൽ, പിന്നെ ഫെബ്രുവരി 26 മഹാശിവരാത്രി. ഇതിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കുംഭമേളയും നവരാത്രിയും എന്ന് പറഞ്ഞത്. കാരണം അമാവാസിക്ക് ശേഷം പ്രഥമ ദിവസം മുതൽ പ്രപഞ്ചത്തില് സ്ത്രൈണ എനർജി, ശക്തി ചൈതന്യമാണ് ഏറ്റവും അധികം നിലനിൽക്കുക. അതിനെ നമ്മുടെ ശരീരവുമായി താതാത്മ്യം ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിന്റെ തലം വലിയ ഒരു ശ്രേഷ്ഠമായ ദിശയിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ 9 ദിവസം അതാണ് നവദുർഗ ഉപാസന നമ്മൾ ചെയ്യുക ശരിക്കും. ഇപ്പൊ യതീശയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ ശാരദീയ നവരാത്രിക്ക് നമ്മൾ ഈ നവരാത്രി ഉപാസന ആദ്യത്തെ ബാച്ച് നമ്മൾ ചെയ്യേണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുവരെ ആകെ നമുക്കറിയുന്ന നവരാത്രി ശാരദീയ നവരാത്രിയാണ്, ഒക്ടോബർ മാസം, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരുന്നത്. ആ നവരാത്രിയിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? സാധാരണ ഈ പറയുന്ന പോലെ കൂടുതൽ ആൾക്കാർ ഒരു 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുതലും വെജ് ഓറിയന്റഡ് ആയ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ നോൻപ് നോക്കും, അമ്പലങ്ങളിൽ പോവും. ഈ പറയുന്ന പോലെ അതിനോട് സമൂഹം ചെയ്യുന്ന ചില പുസ്തക പൂജ, ഗ്രന്ഥപൂജ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആയുധ പൂജ, ഇതിലൊതുങ്ങും നവരാത്രി. പക്ഷെ നമ്മുടെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ സമ്പ്രദായങ്ങൾ, ഈ ഋഷീശ്വര സമ്പ്രദായങ്ങൾ നമ്മൾക്ക് തന്ന ഒരു ഉപാസനാ പദ്ധതി ഉണ്ട് ശരിക്കും. പ്രപഞ്ചത്തിൽ നടക്കുന്നത് എന്തോ അത് തന്നെ എൻ്റെ ജീവിതത്തിലും നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് അമാവാസി മുതൽ ആദ്യത്തെ ദിവസം, ആദ്യത്തെ 9 ദിവസമാണ് ശരിക്കും നവരാത്രി എന്ന് വിളിക്കുക. അതെല്ലാ മാസവും വരും. അത് ഋതുക്കളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വർഷത്തിൽ പ്രധാനമായും 4 നവരാത്രികൾ നമ്മൾ പറയും. അപ്പൊ ഒരു നവരാത്രി എടുത്ത ആദ്യത്തെ 9 ദിവസം, പ്രഥമ മുതൽ നവരാത്രി വരെയുള്ള ദിവസം 9, ഈ 9 ദിവസങ്ങളില് പാർവതിയുടെ അല്ലെങ്കിൽ സാക്ഷാൽ പരാശക്തിയുടെ 9 ഭാവങ്ങളെ നമ്മുടെ ഉള്ളിൽ ഉണർത്തും. നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ ഉണർത്തി 10ാം ദിവസം വിജയദശമി ആഘോഷിക്കുന്നു. ശേഷം അവിടെ നിന്ന് അങ്ങോട്ടുള്ള 18 ദിവസങ്ങള് ശിവനിലേക്കുള്ള യാത്രയാണ്. 18, 9, 27 ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്താവും? അടുത്ത ഒരു ചന്ദ്ര അയനം കംപ്ലീറ്റ് ആവും. ചന്ദ്രൻ ഒരു കംപ്ലീറ്റ് അയനം നടത്തുന്നത് 27 ഡേയ്സ് ആണ് അല്ലെ? നമുക്കറിയാം 27 ദിവസമാണ്. ആ 27 ദിവസമാണ് താഴെ ശക്തിയുടെ പ്രതിരൂപമായ സ്ത്രീകളിൽ ആർത്തവ ചക്രമായി പ്രപഞ്ചം സ്വീകരിച്ചത്. നോക്കൂ, എത്ര കോയിൻസൈഡിങ് ഇവന്റ് ആണ്. നോക്കൂ, നമ്മളത് കോയിൻസൈഡ് എന്ന് ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ്, ഇത് ശാസ്ത്രമാണ് ശരിക്കും. അപ്പം ആദ്യത്തെ 9 ദിവസം നമ്മൾ ശക്തിയെ ഉപാസിക്കണം. തുടർന്ന് അങ്ങോട്ട് ശിവനിലേക്കുള്ള ആ ചൈതന്യം ഉൾക്കൊണ്ട് തന്റെ ശിവനെ പ്രാപിക്കുവാനുള്ള യാത്രയാണ് ശരിക്കും ഓരോ മാസവും നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി മനുഷ്യ ശരീരം എടുത്താല് എന്റെ മൂലാധാരത്തിൽ ഇരിക്കുന്ന പരാശക്തി ചൈതന്യം എന്റെ സഹസ്രാരത്തിൽ ഇരിക്കുന്ന അകുല സഹസ്രാരത്തില് ശിവനിൽ ചെന്ന് ലയിക്കുന്നതാണ് ശരിക്കും ഒരു അയനം. അപ്പൊ ഇതാണ് ശരിക്കും നവരാത്രി തത്വം. ഇവിടെ നോക്കൂ, കുംഭമേളക്ക് അവസാനിക്കുന്ന ദിവസം നോക്കൂ, മഹാശിവരാത്രി. അപ്പൊ ഇവിടെ ഈ കുംഭമേളയിലുള്ള ആചാരങ്ങളൊന്നും നോക്കാം. അവിടെ ഒന്ന് ആരതിയാണ്. ഗംഗാ യമുന ത്രിവേണി സംഗമം എന്നുള്ള ആ ഒരു നദീതടങ്ങളിൽ ദേവന്മാർക്ക് പവിത്രമായ ആരതികൾ അർപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, ആചാരം കുംഭമേളയെ സംബന്ധിച്ച്. പിന്നെ കൽപ്പവങ്ങൾ എന്ന് പറയുന്ന ഒരു 21 നിയമങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഒരു എന്താ പറയാ, അത് പൗഷമാസത്തിലാണ് തുടങ്ങുക. ആ പൗഷമാസത്തിൽ തുടങ്ങി പൗഷമാസത്തിലെ പൂർണ്ണചന്ദ്ര ഏകാദശി മുതൽ മാഘമാസത്തിലെ ഏകാദശി വരെ, അങ്ങനെ അത് പത്മപുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതൊരു 21 നിയമങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഒരു ഉപാസനയാണത്. അത് വാക്ക്, അഹിംസ, ഇന്ദ്രിയങ്ങളെ ലഘൂകരിക്കല്, ജീവജാലങ്ങളോടുള്ള കരുണ കാണിക്കല്, ബ്രഹ്മചര്യം പാലിക്കല്, സുഖഭോഗങ്ങളെ ത്യജിക്കുക, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, ത്രികാല സന്ധ്യ ആചരിക്കുക, പിണ്ടദാനം നടത്തുക, ദാനം ചെയ്യുക, ജപിക്കുക, സത്സംഗം, സംവരണ സ്ഥലം, അതായത് നമ്മുടെ പെരിമീറ്ററിൽ മറ്റുള്ള ഇതിലേക്ക് പോവാതിരിക്കുക, ത്യാഗം ചെയ്യുക, സങ്കീർത്തനം, ജപം, ദിവസത്തില് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക, നിലത്ത് കിടന്നുറങ്ങുക, അതുപോലെ ഗംഗോദക അഗ്നിയെ ആരതിയെ വന്ദിക്കുക, പിന്നെ ഗംഗയെ ആരതി ഒഴിഞ്ഞ് വന്ദിക്കുക. ഇങ്ങനെയുള്ള
ഒരു 21 സ്റ്റെപ്സ് ഉണ്ട്, ഒരു ഉപാസന ഉണ്ട്. ഇതൊക്കെ ഈ സമൂഹം അനുഷ്ഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ദീപദാനം. നമുക്കറിയാം നദികളിൽ ദീപം കത്തിച്ച് എണ്ണവിളക്കുകളിൽ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് ഇത് പ്രദക്ഷിണം, പരിക്രമം, പഞ്ചകോശി പരിക്രമണം. അത് ഈ പറയുന്ന പോലെ തന്നെ ശ്രീ അഗാഡ പരിഷത്തും ഈ മേള നടത്തുന്ന സംഘാടകരും തമ്മിൽ ഒരു പരിക്രമ പാത സൃഷ്ടിച്ചിട്ട് ഈ ഒരു പരിക്രമ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ സ്നാനം, പിന്നെ ഷാഹി സ്നാനങ്ങൾ, അതാണ് ഈ പ്രധാന ഡേറ്റിൽ നമ്മൾ പറഞ്ഞ സ്നാനങ്ങൾ. അതുപോലെ ഹോമം, യജ്ഞം, ഇതൊക്കെ അവിടെ ഈ കുംഭമേളയിൽ നടക്കുന്നതാണ്. അതുപോലെ സന്യാസിമാരുടെയും ശ്രേഷ്ഠമായ സാധുക്കളുടെയൊക്കെ ദർശനം, അതുപോലെ അഖാഡകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്ത അഖാഡകളുടെ ഘോഷയാത്രകൾ അവിടെ നടക്കും. ധ്യാനവും ആത്മീയ പരിശീലനങ്ങളും ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് കുംഭമേളയിൽ. വെറുതെ ഇങ്ങനെ ഒരു ആൾക്കൂട്ടല്ല അവിടെ. അതുപോലെ പ്രസാദ വിതരണം ഉണ്ടാവും. അതായത് നിവേദ്യം നിവേദിക്കലും അതിന്റെ പ്രസാദങ്ങൾ വിതരണം ചെയ്യും. മന്ത്രജപം, ഭജനകള്, അന്നദാനം, അതുപോലെ തലമുണ്ടനം ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങള് നമ്മൾ ഈ കുംഭമേളയിൽ ദർശിക്കുവാൻ വേണ്ടി സാധിക്കും. അഖാഡകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ 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 പ്രാധാന്യമുള്ള ഈ പറയുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് അത് അഖാഡ എന്നുള്ളത്. നാഗസാധുക്കളെ പറ്റി പറയാനുണ്ടെങ്കിൽ നമുക്കറിയാം, ശരീരം മുഴുവനും ഭസ്മം പൂശി നഗ്ന ശരീരങ്ങളുമായി ഭയാനകമായ ഒരു രൂപമായിരിക്കും, നീണ്ട മുടിയും, അല്ലെ, കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത സന്യാസി സമൂഹം. ശരിക്കും യോദ്ധാക്കളായ നാഗസാധുക്കളുമായി അക്ബറിന് പോലും ശരിക്കും സഖ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ മഹാകുംഭവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. നാഗസാധുക്കളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അക്ബർ ചക്രവർത്തി ശരിക്കും മഹാകുംഭമേളയിലേക്കുള്ള ഈ പ്രവേശനം, അന്ന് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പോലും ഈ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് അവരുടെ റോയൽ എൻട്രി ഘോഷയാത്രയെ നയിക്കുവാനുള്ള ആ അവകാശം ശരിക്കും നാഗസന്യാസിമാരാണ്. അവരാണ് അതിന്റെ പ്രയോറിറ്റി. ചരിത്രപരമായ ഒരു തീരുമാനമാണ് അന്ന് അക്ബർ കൈക്കൊണ്ടത്. കാരണം അദ്ദേഹത്തിന് നാഗസന്യാസിമാരുടെ ശൗര്യത്തെക്കുറിച്ചും അവരുടെ കർത്തവ്യങ്ങളെ കുറിച്ചും അവരുടെ പ്രകൃതത്തെക്കുറിച്ചും പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നു. ശരി, 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കുംഭമേളയ്ക്ക് ശരിക്കും പുതിയൊരു പ്രാധാന്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ സന്യാസി സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ കയ്യിലേക്ക് വഴുതി വീഴുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം സിദ്ധന്മാര്, സന്യാസി നാഗസാധുക്കള്, ആഴത്തിൽ വേനൂരിയ ഭക്തര്, ഇവരുടെയൊക്കെ ഒത്തുചേരൽ മാത്രമല്ല കുംഭമേള, വൈവിധ്യവും രാഷ്ട്രത്തിന്റെ ഐക്യവും നിറഞ്ഞ ഒരു സാംസ്കാരികമായ ഒരു ഉത്സവം കൂടിയാണ് ശരിക്കും അന്ന് മധുസൂദന സരസ്വതി തുടക്കമിട്ടത്. ഇനി ഇതിന്റെ പുരാണ കഥയെ കുറിച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ മഹാകുംഭമേളയെ കുറിച്ച് നമ്മൾ പുരാണ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എവിടെയും കാണുന്നത് എന്താണ്? പാലാഴി മദനം എന്ന കാര്യമാണ്. അപ്പൊ പാലാഴി മദനം നമ്മളെ ശരിക്കും അതൊരു കഥയായിട്ട് നമ്മൾ സമീപിച്ചാൽ അതിൽ കാര്യമായ ഒന്നും നമുക്ക് അതിൽ നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്താണ് അതിന്റെ ഫിലോസഫി എന്ന് അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം എന്താണ്? സമുദ്ര മഥനം അല്ലെങ്കിൽ മന്ഥനം എന്ന് നമ്മൾ പറയുന്നതിന്റെ ഭാവാർത്ഥം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നല്ല ഗുണങ്ങൾക്കും ചീത്ത ഗുണങ്ങൾക്കും ഇടയിലുള്ള ഒരു വ്യക്തിയെ, അതായത് ഞാൻ എന്ന എൻറ്റിറ്റിയെ, ഞാൻ ഇരിക്കുന്നത് ഇത് രണ്ടിന്റെ ഇടയിലാണ്. ഇത് രണ്ടിൽ നിന്നും എന്നെ എനിക്ക് പ്രാപിക്കുവാൻ വേണ്ടി, ഞാനാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ പാലാഴി മദനം. അപ്പൊ അതെങ്ങനെയാണ് സമുദ്രമദനം? ഈശ്വരൻ എല്ലാവരുടെയും ഇച്ഛാ സ്വാതന്ത്ര്യം ശരിക്കും സജ്ജമാക്കി തുടക്കത്തിൽ എല്ലാ വ്യക്തികൾക്കും അവരുടെ സ്വന്തം പാത നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് തുല്യ അവസരമുണ്ട്. നമ്മൾ സമൂഹത്തിന് നല്ലതായി ജീവിക്കണോ, ഈ പറയുന്ന പോലെ ചീത്തയായി ജീവിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് എല്ലാവർക്കും ഇച്ഛാശക്തി എന്ന രൂപത്തിൽ ഈശ്വരൻ തന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും മന്ദന സമയത്ത് ഭഗവാൻ വിഷ്ണു കൂർമ്മ അവതാരം എടുത്ത് സംരക്ഷിക്കുന്നത്. സുരന്മാരെന്ന് പറഞ്ഞ ദേവന്മാര് നല്ല ഗുണങ്ങളെ, നന്മകളെ പ്രതിനിധാനം ചെയ്യുമ്പോൾ, റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അസുരന്മാര് മോശം ഗുണങ്ങളെ, തിന്മകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മന്ദന സമയത്ത് ഉപയോഗിച്ച വാസുകി നമ്മൾ ഉദ്ദേശിക്കും എന്താണത്, ഇങ്ങനെ ഒരു പാമ്പിനെ കെട്ടിട്ട് കടയാൻ പറ്റും അല്ലെ? അത് തന്നെ അതിന്റെ വാൽഭാഗം ആണ് ആർക്ക്? ദേവന്മാർക്ക്. നല്ല ഗുണങ്ങളുള്ള ഒരാൾ അവരുടെ ജീവിതത്തിൽ ശരിയായ പാതയിലായിരിക്കും. കാരണം പാമ്പിന്റെ പാത നിർണ്ണയിക്കുന്നത് തലയല്ല, ശരിക്കും വാൽഭാഗമാണ് അതിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഡയറക്ഷൻ ആണ് ദേവന്മാർ പിടിച്ചിരിക്കുന്നത്. ഇനി അസുരന്മാർക്ക് തലഭാഗമാണ്.
അതില് നമ്മൾ കണ്ടതാണ് എന്താണ്, മോശം ഗുണങ്ങളുള്ള ഒരാൾ അയാളുടെ ജീവിതത്തിൽ തെറ്റായ പാതയിലാണെന്ന്, തല റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾവേസ് ഈഗോ ആണ്. ഈഗോയുടെ പുറത്ത് അയാളുടെ ഡയറക്ഷൻ തെറ്റിപ്പോകും. അതാണ് അവിടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും, തിരക്ക് കൂട്ടേണ്ടി വരും എന്നൊക്കെയാണ് എന്താണ് അസുരന്മാര് ധരിച്ചു വെക്കുക. ദേവന്മാര് പക്ഷെ അങ്ങനെയല്ല, ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും നമ്മൾ രക്ഷപ്പെടും. ഇനി പരമശിവൻ അതിൽ നിന്ന് വിഷം കുടിക്കുന്നു അല്ലെ, എന്നിട്ട് നീലകണ്ഠനാവുന്നു. അതെന്താണ്? അരാജകത്വത്തിലായ എല്ലാവരെയും ദൈവം സംരക്ഷിക്കുന്നു. ഈ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അരാജകത്വം വരുന്ന സമയത്ത് ആ വ്യക്തി നല്ലവനാണോ ചീത്തയാണോ എന്ന് വേർതിരിക്കുന്നതിന് പകരം അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഈശ്വര തത്വത്തിന്റെ മഹിമയാണ് ആ ഒരു ഫിലോസഫി നമ്മൾക്ക് മനസ്സിലാക്കി. ഹാലാഹലം ഒരു പ്രോസസ്സിന്റെ ഒടുവില് അയാൾക്ക് കിട്ടിയത് വിഷമാണെങ്കിൽ പോലും അത് സ്വീകരിക്കുവാനുള്ള മനസ്സ്, അയാളെ സ്വീകരിക്കുവാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നിട്ട് അയാളെ ചേൺ ചെയ്ത് ഈ പറയുന്ന ദേവനാക്കി മാറ്റണം എന്നാണ്. കടഞ്ഞിട്ട് കാമധേനു, കൽപ്പവൃക്ഷം, അപ്സരസ്, ഇതൊക്കെ നമ്മള് അതിൽ നിന്ന് ഉയർന്നു വരുന്നത് കാണുന്നുണ്ട്. ലക്ഷ്മി. അപ്പൊ ഇതൊക്കെ വലിയ വലിയ തത്വമാണ്. അതുപോലെ തന്നെ രാഹു കേതു, ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ രാഹു കേതു യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയോ? സുരഭാനു എന്ന അസുരൻ ദേവന്മാരുടെ വേഷം ധരിച്ചിട്ട് എന്ത് ചെയ്തു? അമൃതം കൈക്കലാക്കി, കുറച്ച് അമൃതം സ്വീകരിച്ചു. പക്ഷെങ്കിൽ ഈ അമൃതം സ്വീകരിച്ചപ്പോൾ അവരിൽ ഉണ്ടായ തേജസ് കൊണ്ട് സൂര്യനും ചന്ദ്രനും ഇവര് അസുരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അസുരന്മാര് അമൃത് സ്വീകരിച്ചു എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ വിഷ്ണു സുദർശന ചക്രമെടുത്ത് ഈ സുരഭാനുവിന്റെ ഖണ്ഡം ഛേദിക്കുകയാണ്. അങ്ങനെയാണ് രാഹുവും കേതുവും ഉണ്ടായത്. അതിന്റെ ഫിലോസഫി തന്നെ നോക്കിയാൽ ഭയങ്കര രസമാണ്. നമുക്ക് രാഹു കേതു ഭയങ്കര പേടിയുള്ള ജ്യോതിഷത്തിൽ അങ്ങനെയാണെങ്കിലും അതിന്റെ ഫിലോസഫി തന്നെ ഭയങ്കരമാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാർമ്മികമായി അമിതമായി ധാർമ്മികമായാൽ നമ്മൾക്ക് സംഭവിക്കുവാനുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യമാണ് ശരിക്കും അവിടെ രാഹു കേതു. അതെന്താണ് ശരിക്കും? ചില അസുര ഗുണങ്ങൾ ദൈവതുല്യമായി വേഷം മാറി നമ്മുടെ ജീവിതത്തിൽ വന്നു നിൽക്കും. ചില നെഗറ്റീവ് ഗുണങ്ങൾ അവയുടെ ബാഹ്യ രൂപത്തിൽ നമ്മൾ വിചാരിക്കും അത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും, നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് അമിതമായ ക്ഷമ കാണിക്കുക, അമിതമായി ബുദ്ധി പ്രയോഗിക്കുക, അമിതമായി മര്യാദ, വിനയം, അമിതമായ ആത്മവിശ്വാസം, അമിതമായ വിനയം, അമിതമായ മൃദുത്വം, അമിതമായ സഹിഷ്ണുത. ഇതൊക്കെ എന്താണ്? ഈ ഗുണങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ ഇത് അമിതമായി പോയാൽ അത് നമ്മൾക്ക് സൃഷ്ടിക്കുന്നത് പ്രശ്നങ്ങളായിരിക്കും. മര്യാദ നല്ലതാണ്, പക്ഷെ അമിതമായ മര്യാദ നമ്മളെ ദുർബലരാക്കുകയാണ് ചെയ്യുക. ക്ഷമിക്കുന്നത് ഈശ്വരീയമായ കാര്യമാണ്, പക്ഷെ അമിതമായി ക്ഷമിച്ചാൽ അത് നമ്മളെ ചൂഷണം ചെയ്യും. അങ്ങനെ അത്ഭുതകരമായി തോന്നുന്ന ഈ ഗുണങ്ങൾ അമിതമായാൽ മറ്റു തിന്മകളെ പോലെ തന്നെ ഏറ്റവും വലിയ തിന്മയായി മാറും. അപ്പോൾ അറിവാകുന്ന പ്രകാശത്തിന്റെ സഹായത്തോടെ നമ്മൾക്ക് അവയെ തിരിച്ചറിയുവാനും നമ്മുടെ ഉള്ളിൽ നിന്ന് ധാർമ്മികതയുടെ വേഷം ധരിച്ചെത്തുന്ന ഈ തിന്മകളെ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നതിൽ നിന്ന് തടയാനും സാധിക്കും. അതാണ് സൂര്യചന്ദ്രൻ തുടങ്ങിയ പ്രകാശമാനമായ വസ്തുക്കളെ കുറിച്ചിട്ട് അവിടെ പരാമർശം. കാരണം അതാണ് സൂര്യഗ്രഹണം അല്ലെ, രാഹു വിഴുങ്ങുന്നു അല്ലെ, ചന്ദ്രനെ രാഹു വിഴുങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ വിഴുങ്ങൽ എന്താണ്? ഈ പറയുന്ന സൂര്യചന്ദ്രന്മാര് യഥാർത്ഥത്തിൽ നമ്മുടെ അറിവാണ്, വ്യക്തമായ ആത്മാവിന്റെ വെളിച്ചമാണ്. അങ്ങനെ ആത്മാവിന് യഥാർത്ഥ അറിവുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ധാർമ്മികതയുടെ മുഖം മൂടി അണിഞ്ഞിരിക്കുന്ന യഥാർത്ഥ തിന്മകളെ തിരിച്ചറിയാൻ സാധിക്കും. അത് ജീവിതത്തിന് അതുകൊണ്ട് തന്നെ ഈ അറിവാകുന്ന പ്രകാശം ആവശ്യമാണ്. ഇവയെ ഈ രാഹുവും കേതുവും അമിതമായ ഈ പറയുന്ന ഗുണങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, അറിവിന്റെ മേൽ ഇവർ പിടിമുറുക്കുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുക. ഇപ്പൊ പ്രകൃതിയിൽ നടക്കുന്ന എന്താ പറയുക പ്രതിഭാസം പോലും നമ്മുടെ ഋഷീശ്വരന്മാര് തത്വങ്ങളായിട്ട് നമ്മൾക്ക് ഇവിടെ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പില് ശാസ്ത്രങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും കുംഭമേള. ഇത് ഒരുപാട് പറയാനുണ്ട് ശരിക്കും ഈ തത്വം. പാലാഴി മദനം വളരെ ഡീപ്പ് ഫിലോസഫിയാണ്. അതിനി എപ്പോഴെങ്കിലും ഒരു ക്ലാസ് ആയിട്ടോ ഒരു കോഴ്സായിട്ടോ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇനി പറയാനുള്ളത് നവരാത്രിയെ കുറിച്ചിട്ടാണ്. ഈ നവരാത്രി കാലം പ്രധാനമായിട്ട് വർഷത്തിൽ 4 നവരാത്രി ഉണ്ട്. ഇപ്പൊ ഈ മൗനി അമാവാസി പ്രധാനമായ ഈ 29 സംഭവിക്കുന്ന ആ മൗനി അമാവാസിയോടുകൂടി ഈ മാഘ നവരാത്രി അല്ലെങ്കിൽ ഗുപ്ത നവരാത്രി ആരംഭിക്കുകയാണ്. ഈ ജീവിതകാലത്ത് നമ്മൾക്ക് ലഭിച്ച പ്രചോദനത്തിന്റെയും ബുദ്ധി പ്രസരത്തിന്റെയും ഒക്കെ ഒരു നിമിഷം നമ്മൾ ശരിക്കും ഇവരോടൊക്കെ നന്ദി രേഖപ്പെടുത്തണം. എന്തുകൊണ്ടെന്നാണ് ദേവിയെ കുറിച്ചുള്ള ഒരു ദൈർഘ്യമേറിയ ഉപാസനയെ കുറിച്ച് നമ്മൾ തിരയാനോ പഠിക്കാനോ വായിക്കാനോ പോലും നമ്മൾക്ക് പ്രചോദനം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ദേവിയുടെ ചൈതന്യത്തിനൊപ്പമാണ് ജീവിക്കുന്നത് എന്ന് കരുതണം. മനുഷ്യ ശരീരത്തില്
ശക്തിയെ മൂലാധാര ചക്രത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഭൂമി മാതാവിനെ അടിസ്ഥാനമാക്കിയുള്ള ആധാര ചക്രമാണ് മൂലാധാരം. മൂലാധാര ചക്രത്തില് കുണ്ടലിനി ഊർജത്തിന് പ്രാരംഭ ഉണർവ് ഉണ്ടായാൽ അത് മുകളിലേക്ക് യാത്ര ആരംഭിക്കും. പ്രതീകാത്മകമായി ഇത് കാണിക്കുന്നത് ദേവി അല്ലെ നന്ദിയില് ഇരിക്കുന്നതാണ്. ശിവനിൽ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുന്ന നന്ദിയെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ, അവളുടെ ഊർജം മൂലചക്രത്തിൽ നിന്ന് ശിവൻ വസിക്കുന്ന ആജ്ഞാചക്രത്തിലേക്ക് അല്ലെങ്കിൽ സഹസ്രാരത്തിലേക്കാണ്, തൃക്കണ്ണിലേക്ക്, ആജ്ഞയിലാണ് ശിവൻ. ആ ശിവനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം, എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ രസകരം എന്താണെന്ന് പറഞ്ഞാല് ഈ സതീദേവിയുടെ കഥ ശരിക്കും ഈ പ്രതീകാത്മകമായ ഈ ഉണർവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അവളുടെ പിതാവിൽ നിന്ന് അവൾ ഭർത്താവായ ശിവനിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നവരാത്രിയിൽ നമ്മൾ അവളുടെ 9 ദുർഗാഭാവങ്ങളെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, നമ്മൾ എന്താ പറയാ ഉപാസം ചെയ്യേണ്ടത്. അപ്പോ എന്താണ് ശരിക്കും നമ്മൾ സാധനാ മാർഗത്തിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാല് ശരിക്കും ഈ ശക്തിയുടെ ഉണർവിന്റെയും അതിന്റെ ഫലമായി അവളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ സതീദേവിയുടെ പിതാവിന്റെ ഇഷ്ടത്തിന് മേല് ശാക്തീകരണത്തിന്റെ കഥയാണ് ശരിക്കും ഭഗവാന്റെ ശിവന്റെയും സതിയുടെയും കഥ. പരമശിവനെ തിരയാനുള്ള പ്രചോദനമാണ് ശരിക്കും നമ്മുടെ സാധനയുടെ അടിത്തറ. നമ്മുടെ ഉള്ളിലുള്ള ശിവനെ തിരയാനുള്ള പ്രചോദനം നമ്മൾക്കുണ്ടാവും. അതാണ് നവരാത്രി ആരാധന. നവരാത്രിയുടെ ആദ്യ ദിനം 9 ദിവസങ്ങളുടെ തുടക്കമാണ് പ്രഥമ എന്ന് പറയുന്നത്. അത് വളരെ ഐശ്വര്യപ്രദമാണ്. മൂലാധാര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശൈലപുത്രി എന്നുള്ള ആ ദേവി ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തില് ആ പരാശക്തിയുടെ ഊർജത്താൽ ആ ഒരു അനുരണത്തിലേക്ക്, ആ സ്പന്ദനത്തിലേക്ക് നമ്മൾ വരുന്നു. ഇത് നവരാത്രിയുടെ ബാക്കിയുള്ള തലങ്ങളിലേക്കുള്ള അടിത്തറ ഇടുകയും ആത്മീയമായ അച്ചടക്കത്തിന്റെ ഒരു സിസ്റ്റം നമ്മളിൽ ഇൻവോക്ക് ചെയ്യുകയും ചെയ്യും. ആത്മീയ പാതയിൽ നിങ്ങളുടെ യാത്രയെ പ്രേരിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതുമായ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ അർത്ഥവത്തായ സങ്കല്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ സാധനയെ ദിവസം തോറും അത് നിലനിർത്തും. അത് പ്രചോദനത്തിന്റെ ദേവതയായി പരാശക്തിയുടെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. അവളുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാനും നമ്മുടെ അഹംഭാവത്തെ മറികടക്കാനും ആത്മീയമായി നമ്മെ തന്നെ ഉയർത്തുവാനുമുള്ള ഊർജം നൽകുന്നതാണ്. പാർവതി എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പർവ്വതത്തിന്റെ മകളാണ്, പർവ്വത രാജാവിന്റെ. പരുക്കൻ പർവ്വത നിരയായ കൈലാസ പർവ്വതത്തിൽ താമസിക്കുന്ന അവള് മഞ്ഞു മൂടിക അല്ലെങ്കിൽ മഞ്ഞുമേഘങ്ങളെ പോലെ തിളങ്ങുന്ന ഗൗരിയാണ്. സതീദേവിയിൽ നിന്നുള്ള ഭാവം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അതിനാൽ അരാജകമായ ഈ ലോകത്ത് നമ്മൾക്ക് ക്ലാരിറ്റി കിട്ടും, ശുദ്ധതയും വ്യക്തതയും നൽകുന്ന ഒരു പ്രചോദനമാണ് സതീ ചൈതന്യം. അത് ആത്മീയ പാതയിൽ ചലിക്കുവാനുള്ള നമ്മളെ ആഗ്രഹം അത് സൃഷ്ടിക്കും. ഇനി ഭവാനിയാണെങ്കിലോ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള അവള് ജീവദാതാവായിട്ട് പ്രപഞ്ചത്തിന്റെ ചക്രങ്ങള്, അതായത് സൂര്യചന്ദ്രന്മാരുടെ ചക്രങ്ങള്, ദിനചര്യകള്, സ്വാഭാവികമായ ക്രമങ്ങളൊക്കെ നിലനിർത്തി ഈ പ്രകൃതിയുടെ മാതാവായി പ്രത്യക്ഷപ്പെടുന്ന ശക്തി ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവി മഹാത്മ്യത്തിൽ അവളെ കുറിച്ച് വർണ്ണിക്കുന്ന എന്താ, സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. അതായത് നീ സർവദാ പ്രവർത്തന നിരതയാണ്, സർവദേവതയാണ്, നീ സർവശക്തയായ ജഗദംബയാണ്, നീ എല്ലാ കാരണങ്ങളുടെയും രൂപമാണ്, നീ അജയ്യയാണ്, എല്ലാ വിപത്തുക്കളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ ഹേ നാരായണി, ഞാൻ അങ്ങയെ വണങ്ങുന്നു. നമ്മൾ നവരാത്രി കാലത്ത് 9 ദിവസങ്ങളിലായി ഉപാസിക്കുന്ന നവദുർഗ ആദിശക്തിയുടെ 9 രൂപങ്ങളുടെ പ്രതീകമാണ്. കൂടാതെ ദേവിയുടെ 9 രാത്രികൾ പ്രകൃതി മാതാവ്, ഭൂമി ദേവി അല്ലെങ്കിൽ ദുർഗ എന്നിവയുടെ സ്ഥൂല പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ദൈവീക സ്ത്രീത്വവുമായി നമ്മൾക്ക് ബന്ധപ്പെടാനുള്ള ശക്തവും പവിത്രവുമായ സമയമാണ്. ഞാൻ ഒന്നുകൂടെ പറയാ, ഈ അമാവാസി തുടങ്ങി അടുത്ത 9 ദിവസം നമ്മൾ നവദുർഗയെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ആദിശക്തിയുടെ 9 രൂപങ്ങളുടെ പ്രകടഭാവം പ്രപഞ്ചത്തിൽ ആ സമയത്ത് ഉണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി പ്രകൃതി മാതാവായി, ഭൂമി ദേവിയായി, ദുർഗയായി, നമ്മുടെ ഉള്ളിലുള്ള സ്ഥൂല പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവീക സ്ത്രീ ചൈതന്യവുമായി നമ്മുടെ ആത്മാവിന് ബന്ധം സ്ഥാപിക്കുവാനുള്ള ഏറ്റവും ശക്തവും പവിത്രവുമായ സമയമാണ് നവരാത്രികൾ. ഇപ്പൊ ലോകം ശരിക്കും ദുർഗാദേവി എന്നാണ് അവളെ വിളിക്കുക. കലിയുഗത്തിൽ നവദുർഗയെ പാർവതി മാതാവിന്റെ രൂപത്തിലാണ് ആരാധിക്കുന്നത്. എന്നിരുന്നാലും ദേവി മഹാത്മ്യത്തിന്റെ ആധാരത്തിൽ നോക്കിയാൽ ആദിശക്തിയെ ചണ്ഡികാദേവിയായി സംബോധന ചെയ്യുന്നു. അവള് നിർഗുണ ബ്രഹ്മവും സഗുണ ബ്രഹ്മശക്തിയുമാണ്. അവള് സൃഷ്ടിയുടെ കാരണവും കർത്താവുമാകുന്നു.
പഞ്ചഭൂതത്താൽ നിർമ്മിതമായ ഈ പ്രപഞ്ചത്തിൽ അവള് പ്രാണരൂപശക്തിയായി വസിക്കുന്നു. ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിൽ തന്നെ സ്പഷ്ടമായ വർണ്ണത്തിൽ അവള് ബ്രഹ്മാവിന്റെ ശക്തിയായ ബ്രഹ്മാണി, വിഷ്ണുവിന്റെ ശക്തിയായ വൈഷ്ണവി, മഹേശ്വരന്റെ ശക്തിയായ മാഹേശ്വരി, അതുപോലെ തന്നെ ഭദ്രകാളി രൂപം, ഇന്ദ്രാണി, വാരാഹി, നരസിംഹി, ചാമുണ്ട എന്നീ രൂപങ്ങളിലൊക്കെ അവള് എന്താ പറയാ വിലസിക്കുന്നത് അല്ലെങ്കിൽ വിരാജിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ നവരാത്രി വർഷത്തിൽ 4 തവണ ആഘോഷിക്കുമ്പോൾ ശാരദീയ നവരാത്രി എന്ന് ഒരു നവരാത്രി വിളിക്കും. അത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത്, അതായത് മൺസൂണിന് ശേഷം ശരത് ഋതു അല്ലെ, മിതമായ ശീതകാലം ആരംഭിക്കുന്ന സമയത്താണ് നവരാത്രി. എല്ലാ നവരാത്രിയും ഋതുക്കളുടെ ആ ട്രാൻസിഷൻ പീരീഡിലാണ് സംഭവിക്കുക. ഒരു ഋതുവിൽ നിന്ന് അടുത്ത ഋതുവിലേക്ക് പ്രപഞ്ചം പോകുന്ന സമയത്താണ് നവരാത്രികൾ സംഭവിക്കുക. അപ്പൊ ഈ കുംഭമേള നടക്കുന്ന ഈ സമയത്ത് സംഭവിക്കുന്നത് മാഘഗുപ്ത നവരാത്രി. ഒന്നാമത് ശാരദീയ നവരാത്രി ആണെങ്കിൽ അത് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ചൈത്ര നവരാത്രി അല്ലെങ്കിൽ വസന്ത നവരാത്രി എന്നുള്ളത് മാർച്ച് ഏപ്രിൽ മാസത്ത്. അത് ശൈത്യകാലം അവസാനിച്ചിട്ട് വസന്തത്തിന്റെ ആരംഭത്തിന്റെ കാലം, അതുകൊണ്ടാണ് അതിന് വസന്ത നവരാത്രി. മൂന്നാമത് നവരാത്രി മാഘഗുപ്ത നവരാത്രി, അത് ജനുവരി ഫെബ്രുവരി മാസം. ഈ ഇളം മഞ്ഞുകാലത്ത് നിന്ന് കഠിനമായ ശൈത്യകാലത്തിലേക്ക് പ്രപഞ്ചം മാറുന്ന സമയം. ഇനി അവിടുന്ന് അങ്ങോട്ട് ആഷാഢഗുപ്ത നവരാത്രി, അതായത് ജൂൺ ജൂലൈ മാസം. ഇവിടെയും ഈ പറയുന്ന നമ്മളിപ്പം കേരളത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കർക്കിടക മാസം ഒക്കെ പ്രപഞ്ചം ശരിക്കും മാറുന്ന, ആ കാലാവസ്ഥ മാറുന്ന സമയം. എപ്പോഴും കാലാവസ്ഥ മാറുന്ന സമയത്താണ് ഈ നവരാത്രി ആഘോഷങ്ങൾ ഋഷീശ്വരന്മാർ കണ്ടെത്തിയതും നമ്മളോട് പറഞ്ഞതും. ശരിക്കും ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്താൽ, ഇതിലിപ്പം വാച്ച് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അറിയാം, ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവുന്നത് ഈ നവരാത്രിക്ക് തൊട്ട് മുമ്പേയുള്ള അല്ലെങ്കിൽ നവരാത്രി കാലഘട്ടത്തിലാണ്. നവരാത്രി ആ പീരീഡിലാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് നടക്കുന്ന സമയം. അപ്പൊ ഇതൊക്കെ പ്രപഞ്ചവുമായിട്ട് ബന്ധമുള്ള സമയമാണ്. ഈ മാഘഗുപ്ത നവരാത്രിയാണ് സിദ്ധി. നമ്മൾക്ക് എന്തെങ്കിലും സിദ്ധി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ദേവിയെ ഉപാസിക്കേണ്ട സമയമാണ് ഈ ഗുപ്ത നവരാത്രി. ഇതിന് ശ്യാമ നവരാത്രി എന്നും കൂടെയുള്ള ഒരു പേരുണ്ട്. ഇപ്പൊ ലളിതാ സഹസ്രനാമം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, ദേവിയുടെ മന്ത്രിണിയാണ് ശരിക്കും ആര്? യഥാർത്ഥത്തില് രാജമാതങ്കി അല്ലെങ്കിൽ രാജശ്യാമള എന്ന് വിളിക്കുന്ന ഈ ദേവത. ഈ ദേവതയുടെ ചൈതന്യം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ലഭിക്കുന്ന സമയമാണ് ഈ മാഘഗുപ്ത നവരാത്രി. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയും, ഈ 9 ദിവസം നിങ്ങൾ ഈ നവദുർഗ ഉപാസന പരമാവധി നിങ്ങൾ ചെയ്യണം ജീവിതത്തിൽ. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം, പ്രപഞ്ചം നിലനിൽക്കുന്നത് ഊർജങ്ങളുടെ ക്രമമായ വിഗതികളിലൂടെയാണ്. ഊർജ ഭണ്ഡാരങ്ങൾ നമ്മൾ വിളിക്കും. എനർജി, ഡിഫറെന്റ് എനർജി സോഴ്സ് ആണ് ശരിക്കും ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. ലൈറ്റ് എനർജി, കെമിക്കൽ എനർജി, ഫ്രിക്ഷണൽ എനർജി, സൗണ്ട് എനർജി, കൈനറ്റിക് എനർജി, ന്യൂക്ലിയർ എനർജി, തെർമൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനെയുള്ള എനർജികളുടെ ഒരു സ്രോതസ്സാണ് ശരിക്കും ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ നിലനിർത്തുന്നത്. ശാസ്ത്രം അതിനെ ഈ പറയുന്ന പോലെ ഏതോ ഒരു ഇന്റലക്ട് ആണ് ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും ഫിസിക്സ് കൃത്യമായി പറയുന്നത് എന്താണ്? ഇത്രയും എനർജി സോഴ്സസ് ആണ് ഇതൊക്കെ, ഇതിന്റെ ഒരു പ്രത്യേക റേഷ്യോസ് ആണ് ഈ പ്രപഞ്ചം എങ്ങനെ നിലനിർത്തുന്നത്. ഇതേ ഊർജ ഭണ്ഡാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ 9 സ്ഥാനങ്ങളിൽ സ്ഥാപിതമായിട്ടുണ്ട്. ഈ 9 ഊർജ ഭണ്ഡാരങ്ങൾ പ്രകാശോർജം, രാസോർജം, മർദ്ദോർജം, ശബ്ദോർജം, ഗതികോർജം, പരമാണുർജം, താപോർജം, വൈദ്യുതിയോർജം, സ്ഥിതിജ ഊർജം ഒക്കെ നമ്മുടെ ഉള്ളിലും ഉണ്ട്. അല്ലെ, നമ്മൾക്കറിയാലോ നമ്മുടെ ബോഡി ഇലക്ട്രോ മാഗ്നറ്റിക് ശരീരമാണ്. പ്രപഞ്ചത്തിൽ ഇലക്ട്രിസിറ്റി ഉള്ളതുപോലെ തന്നെ ശരീരത്തിലുണ്ട്. അപ്പൊ ഈ ശക്തികളെയാണ് നമ്മുടെ ആത്മാവ് സഞ്ചലിതമാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജീസിനെ സഞ്ചലിതമാക്കുമ്പോൾ, പ്രൊആക്റ്റീവ് ആക്കുന്ന സമയത്ത് ഇതിനെ പ്രൊആക്റ്റീവ് ആക്കുന്ന ആ ആത്മാവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശിവൻ. അപ്പൊ ഈ ശിവനെ ഇത് ചെയ്യാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതാണ് പരാശക്തി, നമ്മുടെ ഉള്ളിലുള്ള ശക്തി ചൈതന്യം. അതിനെയാണ് നമ്മൾ കുണ്ടലിനി ചൈതന്യം എന്ന് വിളിക്കുക. ഈ ശക്തിക്ക് 9 വിവിധ രൂപങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നും എനിക്ക് ഇഷ്ടമുള്ള ആ സൗന്ദര്യ ലഹരിയിലെ ആദ്യത്തെ ശ്ലോകം, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന കലു കുശല സ്പന്ദിതും അഭി. ഈ ആത്മാവ്, അതിന്റെ പ്രവർത്തനം നമ്മൾക്ക് ദർശിക്കണമെങ്കിൽ, ആത്മാവ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഊർജം ഉണ്ടാവണം. നമ്മുടെ ശരീരത്തിൽ ആത്മാവിന് പ്രാണോർജം ഇല്ലെങ്കിൽ അത് ജഡമായി. പ്രാണനാണ് അവൾ. അപ്പോ അവൾ വസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മാവിന്റെ പ്രകൃതത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 9 നിധികൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ഈ 9 നിധികളെ നമ്മൾ 9 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഉണർത്തണം. ഇതാണ് നവദുർഗ സാധന.
കഴിഞ്ഞ ശാരദീയ നവരാത്രിക്ക് യതീഷ ഓൾറെഡി ഒരു നവദുർഗ സാധന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഒരുപാട് ആളുകൾ, വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ലഭിച്ചത്. ഒരുപാട് ആളുകൾ അത് അനുഭവിച്ചു, ജീവിതത്തിൽ അതിന്റെ ശക്തിയെ മനസ്സിലാക്കി. ഇന്നും അവര് ആ ഒരു ബാച്ച് ഇന്നും എല്ലാ മാസവും നവരാത്രി സാധന ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മള് ഈ കുംഭമേള എന്ന് പറഞ്ഞ് ഈ കുംഭമേളയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസിനെക്കാളും അതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ വേണ്ടതാണ്. ആ കാഴ്ചകളൊക്കെ നമ്മൾക്ക് കാണണം. പക്ഷെ ഇതിന്റെ അടിയിലുള്ള ശാസ്ത്രം എന്താണ്? മഹാശിവരാത്രി വരികയാണ്. ആ ശിവനെ പുൽകുവാൻ വേണ്ടിയിട്ട് മൗനി അമാവാസി നാളിൽ അതിനുശേഷം പ്രഥമ മുതൽ 9 ദിവസം മാഘഗുപ്ത നവരാത്രി വരികയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എല്ലാവരും, ഉപാസകരായ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മള് കണ്ടെത്തുന്ന ഉത്തരമാണ് എന്ത്? നവദുർഗ ഉപാസന. ഇനി അത് എന്തുകൊണ്ട് മാഘഗുപ്തത്തില് ശ്യാമള നവരാത്രിയാണ്? മറ്റ് നവരാത്രികളെ പോലെ ശ്യാമള നവരാത്രി സ്ത്രീ ശക്തിയെ വ്യത്യസ്ത രൂപങ്ങളിൽ ആദരിക്കുന്നതാണ് ഈ 9 ദിവസം, 9 രാത്രികൾ. 9 പകല് ദശമഹാവിദ്യയും 9 രാത്രികളില് നവദുർഗയുമാണ് ഉപാസന. ഈ ദശമഹാവിദ്യയിൽ 9ാമത്തെ ദശമഹാവിദ്യയാണ് മാതംഗി. അപ്പൊ ഈ ശ്യാമള നവരാത്രി ജനുവരി ഫെബ്രുവരി മാസത്തിൽ ആഘോഷിക്കപ്പെടുന്നത് അത് ഈ പറഞ്ഞ പോലെ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒരുപാട് സിദ്ധികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ സമസ്ത പ്രപഞ്ചത്തിലെ സൃഷ്ടികളെയും ഗതിശീലതയില്, ഈ ഒരു മൊമെന്ററി ചലനത്തില് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചലനാത്മകമായ ഊർജമാണ് അവൾ. ഈ വിക്രാന്തമായ മഹാശൂന്യത പ്രകടമായ പ്രകൃതിയില് ചോദ്യമായും ഉത്തരമായും നിലകൊള്ളുന്ന ശക്തി ശ്യാമളാദേവി, അല്ലെങ്കിൽ മാതംഗി, രാജമാതംഗി, ശ്രീ രാജശ്യാമള, മഹാമന്ത്രിണി. ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കറിയാം. മന്ത്രിണി പരിസേവിത, ഗേയചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത. അവള് ഗേയചക്രരഥത്തിൽ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്നു. അങ്ങനെ മാതൃദേവതമാരുടെ 10 താന്ത്രിക ദിവ്യ രൂപങ്ങളായ 10 ദശമഹാവിദ്യകളിൽ 9ാമത്തേതാണ് അവൾ, ശ്യാമള, രാജശ്യാമള. ഇപ്പൊ ശ്യാമള ദേവി ശരിക്കും ലളിതാ സഹസ്രനാമം നോക്കുകയാണെങ്കിൽ ലളിതാദേവിയുടെ കയ്യിലുള്ള ആ ഇക്ഷുചാപം, കരിമ്പ് വില്ല് ആണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ രാജശ്യാമള. അത് മനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അതിന്റെ സവിശേഷത എന്താണ്? ശരിക്കും ശ്യാമളാദേവി അല്ലെങ്കിൽ മാതംഗി ശരിക്കും ഇരുണ്ട മരതകപ്പച്ച നിറത്തിലുള്ള ഒരു വർണ്ണത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. 8 കൈകളുള്ള ഒരു രൂപം വരെ ഉണ്ട്. അതില് ഖഡ്ഗം, പാശം, അങ്കുശം, ഗദ, അതുപോലെ താമരപ്പൂവ്, കദംബപ്പൂക്കള്, പുഷ്പമാല. അതുകൊണ്ട് തന്നെ ഈ കദംബപ്പൂക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം നമുക്ക് ഓർമ്മയുണ്ടാവും, കദംബ വനവാസിനി. വീണ വായിക്കുന്ന രൂപത്തില് അവളുടെ ഒരു കയ്യില് തത്ത ഇരിക്കുന്നത് കാണാം, ശംഖിന്റെ കമ്മലുകൾ കാണാം. രാജകീയ സിംഹാസനത്തില് ഇരിക്കുന്ന കിരീടം അലങ്കരിക്കുന്നത് ഒരു ചന്ദ്രക്കലയാണ്. പച്ച നിറം അറിവിനെ, വീണ സംഗീതത്തെ, തത്ത വാക്ശക്തിയെ, പുഷ്പബാണം അല്ലെങ്കിൽ പുഷ്പവില്ല് കലയും അതിന്റെ വിജയം, പാശം എന്നുള്ളത് ആകർഷണീയത, അങ്കുശം എന്നുള്ളത് നിയന്ത്രണം, കരിമ്പ് ലൗകികമായ ആഗ്രഹങ്ങളുടെ മേലുള്ള കടിഞ്ഞാൺ. അങ്ങനെ ദശമഹാവിദ്യകളുടെ 9ാമത് രൂപമായ മാതംഗിനി ചൈതന്യം പ്രപഞ്ചത്തിൽ നിറയുന്ന ഈ അമാവാസിയില് അവിടുന്ന് പ്രഥമ മുതൽ 9 ദിവസം നിങ്ങൾ നവദുർഗ ചൈതന്യത്തെ ശരീരത്തില് ഇൻവോക്ക് ചെയ്ത് വിട്ടാല് നമ്മൾക്ക് കലിയുഗത്തില് ശരിക്കും ഈ വിദ്യ അഭ്യസിക്കുന്നത് വശീകരണത്തിനോ സമ്മോഹനത്തിനോ മാത്രമല്ല, നമ്മളുടെ ക്ഷമശീലം വളർത്തി നമ്മൾക്ക് പുതിയ അറിവ് ഈ ചൈതന്യം നമ്മൾക്ക് നൽകും. അതുപോലെ യഥാർത്ഥ വിദ്യ നമ്മുടെ വ്യക്തിത്വത്തിലെ അഹങ്കാരത്തെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവൾക്ക് ചണ്ടാളി എന്നൊരു പേരും കൂടി ഉണ്ട്. ചണ്ടാളന്മാർ എന്താണ് ചെയ്യുന്നത്? മൃതദേഹം കത്തിക്കുന്നു. അപ്പൊ അറിവെന്ന വിദ്യയില് നമ്മുടെ അഹങ്കാരം, വ്യക്തിത്വത്തിന്റെ അഹങ്കാരത്തെ അല്ലെ അഹങ്കാരമാകുന്ന മൃതദേഹത്തെ കത്തിക്കുന്നു അവൾ. അതുകൊണ്ടാണ് ചണ്ടാളി എന്ന ഒരു പേരും കൂടെ അവൾക്കുണ്ട്. അവള് ശക്തിയാണ് ശരിക്കും. അഗ്നിജ്വാലയുടെ തിളക്കമുള്ളവളായതുകൊണ്ട് തന്നെ അവളെ സർവസിദ്ധിദായിനി എന്നും കൂടെ മാതംഗിയുടെ മന്ത്രങ്ങളൊക്കെ വളരെ ശക്തമത്താണ് ശരിക്കും. എന്തിനാണ് ശ്യാമള നവരാത്രി ഇത്രയും പ്രാർത്ഥിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല്, ശ്യാമള നവരാത്രി പ്രധാനമായും പെൺകുട്ടികളാണ് വളരെ ലളിതമായ രീതിയിൽ ആഘോഷിക്കുന്നത്. മറ്റ് നവരാത്രി ദിനങ്ങളെക്കാളും ശരിക്കും ഈ കോലരൂപങ്ങളൊക്കെ ഇട്ട്, കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് 9ാമത് വാഗ്ദേവിയാണ്.
വശിന്യാദി വാഗ്ദേവതകൾ കഴിഞ്ഞാൽ 9ാമത്തെ വാഗ്ദേവതയായി ശ്യാമളാദേവിയെ കണക്കാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ശ്യാമളാദേവിയെ നവരാത്രി കാലത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ജീവിതം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും വാഗ്ബലത്തിന്റെയും അഷ്ടമസിദ്ധിയുടെയും അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഈ പറയുന്ന കുംഭമേളയില് വരുന്ന ഒരു പ്രധാന ദിവസത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം ഈ നവരാത്രി ഉണ്ട്, അതിനോട് അനുബന്ധിച്ചിട്ട് വരാൻ ആ 9 ദിവസം നമ്മള് നവരാത്രി ഉപാസന, നവദുർഗ ഉപാസന ചെയ്താൽ അടുത്ത 18 ദിവസം മഹാശിവരാത്രിയിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 18 ഈ സംഖ്യ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖച്ഛായയായ ശബരിമല 18 അല്ലെ? ശാസ്താവ് ഏത് തത്വത്തിന്റെയാണ് ദേവത? ശരിക്കും ശനീശ്വര ദേവതയാണ്. അപ്പോ നവദുർഗയെ ഉപാസിച്ച് അടുത്ത 18 സ്റ്റെപ്സ് കടന്നാൽ ഞാൻ എവിടെ എത്തും? ശരിക്കും മഹാശിവരാത്രി എന്ന യഥാർത്ഥ ചൈതന്യത്തിലേക്ക് ഞാൻ എത്തുകയാണ്, അല്ലെ? ആ ശിവനിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. അമാവാസി കഴിഞ്ഞ ദിവസം നമ്മള് ലളിതാ സഹസ്രനാമ ക്ലാസ്സിൽ നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്തു, അല്ലെ? ചിത്കല മെഡിറ്റേഷൻ. ആ ചിത്കല മെഡിറ്റേഷനിൽ നമ്മൾ കണ്ടു എന്താണ് നമ്മുടെ ഉള്ളിലുള്ള പൗർണമിയെയും അമാവാസിയെയും നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇവിടെ ഈ മാഘ നവരാത്രിയില് അമാവാസി 29-ന് സംഭവിക്കുമ്പോൾ ആ യാത്ര ആരംഭിക്കുകയാണ്. അടുത്ത പ്രഥമ മുതല് 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര, അത് ചെന്നെത്തുന്നത് മഹാശിവരാത്രിയിലേക്കാണ്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഈ കടന്നു പോകുന്ന സമയം അത് മഹത്തായ സമയമാണ്. മഹാകുംഭമേള പോലെ പ്രപഞ്ചത്തില് പ്ലാനറ്ററി അലൈൻമെന്റ്സ് നടക്കുന്നു. അമാവാസി വരുന്നു, ഗുപ്ത നവരാത്രി വരുന്നു. ഈ സമയത്ത് നമ്മുടെ ഉപാസനകളുടെ കാലഘട്ടമാണ്. ശരിക്കും ദൈവവുമായി നമ്മൾക്ക് അടുത്ത് ഇരിക്കേണ്ട സമയം. പ്രത്യേകിച്ചിട്ട് ഇത് ഉത്തരായനമാണ്, അല്ലെ? മകരസംക്രമത്തോടു കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാത്തിനും കണക്ടിവിറ്റി ഉണ്ട്. കുംഭമേള ആരംഭിക്കുന്നതിന്റെ പ്രധാന സ്നാനം തന്നെ മകരസംക്രമത്തോടു കൂടിയിട്ടാണ്. അവിടെ ഉത്തരായനം ആരംഭിക്കുന്നു. അവിടുന്ന് 6 മാസം ദേവതകളുടെ കാലം, ഈശ്വരീയമായ കാര്യങ്ങൾക്കുള്ള കാലം. അവിടെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. തൊട്ടടുത്ത് ഈ പറയുന്ന നവരാത്രി വരുന്നു, ഗുപ്ത നവരാത്രി വരുന്നു, ഋതു മാറുന്നു, മഹാകുംഭമേള നടക്കുന്നു. 9 ദിവസങ്ങളിൽ ശക്തിയെ ആരാധിക്കുന്നു. തുടർന്ന് 18 ദിവസങ്ങളിൽ ശിവനിലേക്കുള്ള യാത്രയാണ്. അത് അവസാനിക്കുന്നത് മഹാശിവരാത്രി. അതോടെ കുംഭമേള പൂർണ്ണമാകുന്നു. അപ്പോ എല്ലാവർക്കും പരമാവധി ഈ ഒരു സമയം നിങ്ങൾ എല്ലാവരും ഈ ഒരു നവരാത്രി ഉപാസനയിലേക്ക് പരമാവധി നിങ്ങൾ എല്ലാവരും ചെന്നെത്തണം. അമാവാസി നാളില് പരമാവധി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പിതൃക്കൾക്ക് ബലിയർപ്പിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് തുടങ്ങാൻ. കാരണം പിതൃപരമ്പരയുടെ അനുഗ്രഹത്താൽ മാത്രമേ നമ്മുടെ യാത്ര പൂർണ്ണമാവുള്ളൂ. എന്തിനാണ് ഇതൊക്കെ നവരാത്രിക്ക് ആഘോഷിക്കുന്നത്? ജ്ഞാനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം അവൾ നമ്മൾക്ക് നൽകും. പഠനങ്ങളിലും ജീവിതത്തിലെ മറ്റെല്ലാ സംരംഭങ്ങളിലും നന്നായി അറിവ് നേടുന്നതിലൂടെ കുട്ടികൾക്കോ വിദ്യാർത്ഥികൾക്കോ പ്രയോജനം ലഭിക്കും. അറിവ്, അതാണ് മാതംഗിയെ ഉപാസിക്കുന്നത്. ഈ കാലഘട്ടം ശരിക്കും നോളജിന് വേണ്ടിയിട്ട് ഉപാസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്, സൗന്ദര്യത്തിന്റെ ദേവതയായതിനാൽ തന്നെ വിവാഹം, സന്തോഷകരമായ ജീവിതം, ഭൗതികമായ നേട്ടം, ഇവയുടെയൊക്കെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുവാനുള്ള അനുകൂലമായ കാലഘട്ടം. ദീർഘകാലമായ രോഗങ്ങൾ ഭേദമാവാൻ, ദീർഘായുസ്, അല്ലെ? കാരണം ഉത്തരായന കാലമാണ്. പിന്നെ 64 കലകളുടെയും അധിപതിയാണ് ശരിക്കും ഈ രാജമാതംഗി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും കലയെ പിന്തുടരുന്ന ആളുകളാണെങ്കിൽ, ഏതെങ്കിലും കല ഉപാസിക്കുന്ന ആളുകളാണെങ്കിൽ, ഒരു വ്യക്തിക്ക് കവിത, സംഗീതം, നൃത്തം, അല്ലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കല, അത് തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം നേടാൻ ദേവതയുടെ കൃപ ഏറ്റവും അധികം ലഭിക്കുന്ന സമയം. നിങ്ങളുടെ കർമ്മപാപങ്ങള്, മുൻകാല ജീവിതത്തിലെ ബന്ധങ്ങള് നീക്കുവാൻ സഹായിക്കുന്ന സമയമാണ് മൗനി അമാവാസി, ഈ 29-ന് വരുന്ന അമാവാസി. അതുകൊണ്ട് എന്ത് തന്നെയായാലും പിതൃബലി നിങ്ങൾ ചെയ്യണം. കുട്ടികളില്ലാത്ത ദമ്പതികൾക്കാണെങ്കിൽ സന്താന ഭാഗ്യം, തൊഴിലില്ലാത്തവർക്ക് ജോലി, അതുപോലെ അവിവാഹിതർക്കൊക്കെ വിവാഹത്തിനുള്ള സാഹചര്യം, ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഇത് നമ്മൾക്ക് ഉള്ള ആഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രകൃതി അതിന് അനുകൂലമാവണം. അത് അനുകൂലമാവാത്തതാണ് നമ്മുടെ തടസ്സത്തിന് കാരണം. അപ്പൊ ആ തടസ്സങ്ങൾ നീക്കുവാൻ നമ്മള് ഈ 9 ദിവസം ശൈലപുത്രി 1ാമത്തെ ദിവസം, 2ാമത് ബ്രഹ്മചാരിണി, 3ാമത് ചന്ദ്രഗണ്ഠ, 4ാമത്തെ ദിവസം കൂഷ്മാണ്ഡ, 5ാമത് ദിവസം സ്കന്ദമാത, 6 കാത്യായനി, പിന്നെ കാളരാത്രി, പിന്നെ മഹാഗൗരി, സിദ്ധിദാത്രി,
ഇങ്ങനെയുള്ള നവദുർഗാ ഭാവങ്ങള് 9 രാത്രികളിൽ ഈ നവദുർഗാ ഭാവങ്ങളെയും ഇനി ദശമഹാവിദ്യയിലൂടെയാണ് നമ്മൾ ആരാധിക്കുന്നതുണ്ടെങ്കിൽ അവിടെ കാളി എന്ന ആദ്യ മഹാവിദ്യ, ദേശവും ടൈം ആൻഡ് സ്പേസിന് അതീതമായ കോൺഷ്യസ് ആണ് ശരിക്കും, കോൺഷ്യസ് എനർജിയാണ് ശരിക്കും കാളി. പിന്നെ താര അല്ലേ, അതെന്താണ് ശരിക്കും? സ്വയം പ്രകാശിക്കുന്നവൾ, താരണം ചെയ്യിക്കുന്നത്, ശരിക്കും ലൗകികമായ അസ്തിത്വത്തിന്റെ സമുദ്രം കടക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വഴികാട്ടി അല്ലെ. നമ്മൾ ബൈബിളില് യേശു ജനിച്ച സമയത്ത് ആകാശത്ത് ഒരു താരകയാണ് അല്ലെ ആ രാജാക്കന്മാർക്ക് വഴി കാണിച്ചു കൊടുത്തത് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഏത് സംസ്കാരം എടുത്താലും താരകം എന്ന് പറഞ്ഞാല് നമ്മൾക്കറിയാം വഴികാട്ടിയാണ്. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും പ്രതീകപ്പെടുത്തുന്ന, മുഴുവൻ ജീവിതത്തെയും നയിക്കുന്ന, സമ്പൂർണവും അടങ്ങാത്തതുമായ എല്ലാ വിശപ്പുകൾക്കും പ്രാപ്യമാവാൻ വേണ്ടി നമ്മളെ താരണം ചെയ്യിപ്പിക്കുന്നവൾ. അത് ശരിക്കും താര മരണവുമായിട്ട് പോലും ബന്ധമുണ്ട്. അതാണ് നമ്മള് കാശിയിൽ പോയാൽ കാശിയിൽ ദഹിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ താരക മന്ത്രം ഓതും എന്നാണ് പറയാം. അത് സ്വന്തം ആ മരണം എന്താണ് ശരിക്കും? നമ്മുടെ സ്വന്തം സ്വത്വങ്ങളെ കുറിച്ചുള്ള തെറ്റായ ധാരണകളുടെ മരണം എന്നുള്ള അർത്ഥമാണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി ലളിത ത്രിപുര സുന്ദരിയാണ് മൂന്നാമത്തെ മഹാവിദ്യ. അതാണ് ഇപ്പൊ നമ്മൾ ക്ലാസ്സുകൾ അല്ലെ ചെയ്യുന്നത്. അവിടെ 3 ഭാവങ്ങളാണ് ശരിക്കും. 3 ലോകങ്ങളിലും ഏറ്റവും 3 ഭാവങ്ങൾ എന്തൊക്കെയാണത്? അതിനെയാണ് ത്രിപുരം എന്ന് നമ്മൾ പറയുന്നത്. ബോധത്തിന്റെ 3 അവസ്ഥകൾ: ജാഗ്രത്, സുഷുപ്തി അല്ലെ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി അവസ്ഥ. അതുപോലെ മനുഷ്യ അസ്തിത്വത്തിന്റെ ഭൗതികമായ ശരീരമുള്ളത്, കാര്യകാരണ ശരീരമുള്ളത്, ജ്യോതിഷമായ ശരീരമുള്ളത്. ഇനി പ്രവർത്തനത്തിന്റെ തന്നെ 3 വശങ്ങളുണ്ട്. എന്താണ്? ചിന്ത, ഊർജം, ദ്രവ്യം, അതായത് തോട്ട്, എനർജി, മാറ്റർ. അതുപോലെ തന്നെ ഊർജത്തിന്റെ 3 വശങ്ങൾ എന്തൊക്കെയാണത്? ചൈതന്യത്തിന്റെ 3 വശങ്ങളാണ്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ലളിതയിൽ നമ്മൾ ചൊല്ലുന്നില്ലേ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. അതുപോലെ 4ാമത് ഭുവനേശ്വരി, ലോകമാതാവ് ആയ ആ ദേവി. 5ാമത് ഭൈരവി, പിന്നെ ചിന്നമസ്ത, അതുപോലെ ധൂമാവതി, ബഗലാമുഖി, അതുപോലെ സരസ്വതി ദേവിയുടെ താന്ത്രിക രൂപമായ മാതങ്കി. അതാണ് ഞാൻ ഈ പറയുന്ന ശ്യാമള. ഈ കാലം, ഈ നവരാത്രിയിൽ നമ്മൾ ഉപാസിക്കുന്ന ചൈതന്യം അതാണ് ദേവിയുടെ ചൈതന്യം. പിന്നെ സാക്ഷാൽ ലക്ഷ്മി, കമല. ഇങ്ങനെ നമ്മള് 10 ദശമഹാവിദ്യയും 9 രാത്രികളില് നവദുർഗയും ഉപാസിക്കുന്നതാണ് ശരിക്കും നവരാത്രി. അതുകൊണ്ട് ഈ നവരാത്രി ശരിക്കും വിശിഷ്യമായ നവരാത്രിയാണ്. ആരും പാഴാക്കാതിരിക്കുക. ഉപാസന പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം. ഓൾറെഡി ഞങ്ങൾ ചെയ്ത ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളോട് വേണമെങ്കിൽ നിങ്ങൾക്ക് സംവദിക്കാം. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ എന്ത് തന്നെയായാലും നിങ്ങൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു സമയം, ഈ ഒരു കുംഭമേള നടക്കുന്ന സമയം, മഹാശിവരാത്രി വരെയുള്ള സമയം ഉപാസനകളുടെ കാലഘട്ടമാണ്. അത് പരമാവധി പ്രപഞ്ചത്തിൽ നിന്ന് ആ ചൈതന്യം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകം ചെയ്യുന്നതാണ് ശരിക്കും ഉപാസന. ഉപാസന. അടുത്ത് ഇരിക്കുക. ഏതിന്റെ അടുത്തിരിക്കുക? ഈ ചൈതന്യങ്ങളുടെ അടുത്ത് വസിക്കുക. അതിനുവേണ്ടി നമ്മളെ തയ്യാറാക്കുന്ന സ്റ്റെപ്സ് ആണ് ശരിക്കും സാധന. ഇതൊക്കെ നമ്മൾക്ക് തന്നത് ഈ ഋഷീശ്വരന്മാരാണ്. ഇന്ന് നമ്മള് കുംഭമേളയിൽ കാണുന്ന ആ ഋഷി സമൂഹം, ആ സന്യാസ സമൂഹം, ആ സാധക വൃന്ദമാണ് നമ്മൾക്ക് ഇതൊക്കെ ലോകത്തിന്റെ പല ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിച്ച് നമ്മളാകുന്ന ജനതയ്ക്ക് തന്നത്. അപ്പൊ അത് നമ്മള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ എല്ലാവരും തുനിയണം. പരമാവധി നിങ്ങളുടെയൊക്കെ അവനവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഏതെങ്കിലും ഉപാസന നിങ്ങൾ സ്വീകരിക്കണം. ഉപാസനയുടെ കാലഘട്ടമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ കുംഭമേളയുടെ, മഹാകുംഭമേളയുടെ ചൈതന്യം നമ്മളെല്ലാവർക്കും, ഈ മാനവരാശിക്ക് അത് അനുഭവിക്കാൻ സാധിക്കട്ടെ. ഇന്നലകളിൽ നമ്മൾ ഒരുപാട് കുഴികളിൽ വീണിട്ടുണ്ടാവാം, തെറ്റുകൾ ചെയ്ത് പോയിട്ടുണ്ടാവാം, ക്രൂരമായി പെരുമാറിയിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സ്നാനം അല്ലെങ്കിൽ ഈ ഒരു സാധനയുടെ ഫലമായി ഈ ഒരു മഹാശിവരാത്രിയോടുകൂടെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കണം എന്ന ചിന്തയിൽ ഇനി വരുന്ന കാലം, ഇനി വരുന്ന സമയം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നിങ്ങളോട് ഒരുമിച്ച് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.